ഒരു ജനറൽ കേസ് എന്നാണ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജസ്റ്റ് കൺസിഡർ ദിസ് ഡയഗ്രാം. ലൈൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് an angle theta to HP and angle phi with VP. And the line is situated in the first quadrant. See, this is a line AB. AB is the line. In fact, it's a line segment. നമുക്ക് ഡെഫിനറ്റ് ലെങ്ത് ഉണ്ട്. രണ്ട് എൻ പോയിന്റിന്റെ പ്രൊജക്ഷനിലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ എ ബി ഒരു ഇൻക്ലൈൻഡ് ലൈനാണ്. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. എച്ച് പി ആയിട്ടുള്ള റിയൽ ഇൻക്ലിനേഷൻ ദാറ്റ് ഇസ് തീറ്റ, ആൻഡ് വി പി ആയിട്ടുള്ള റിയൽ ഇൻക്ലിനേഷൻ ഇറ്റ് ഇസ് ഫൈ. മീൻസ് ട്രൂ ഇൻക്ലിനേഷൻസ് with HP and VP. True inclinations of the line AB with the HP and VP respectively are theta and phi. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ രണ്ട് ആംഗിൾ പറഞ്ഞിരുന്നു, ആൽഫ ആൻഡ് ബീറ്റ. അത് ടോപ്പ് വ്യൂവിന്റെയും ഫ്രണ്ട് വ്യൂവിന്റെയും ആംഗിൾസ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ. അതിന് നമ്മൾ വിളിക്കുന്ന അപ്പാരന്റ് ആംഗിൾ എന്ന. സോ ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് വൈ അതിനെ നമ്മൾ ബീറ്റ എന്നാ മാർക്ക് ചെയ്ത്, ഫ്രണ്ട് വ്യൂ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് വൈ അത് ആൽഫ എന്ന് മാർക്ക് ചെയ്തിരുന്നു. ബട്ട് ദീസ് ടു ആംഗിൾസ് ആർ മോർ പ്രോമിനന്റ്, ഇമ്പോർട്ടന്റ് ഓൾസോ. നമുക്ക് ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യാനൊക്കെ തരുമ്പോൾ നമ്മൾ സെർച്ച് ഔട്ട് ചെയ്യുന്ന ആംഗിൾസ് ആണ് ഇത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് അവൈലബിൾ ആയിരിക്കും, ചില കേസിൽ നമ്മളോട് ഇത് കണ്ടുപിടിക്കാൻ പറയും. ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ പ്രൊജക്ഷൻ വരച്ച് തീർത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇൻക്ലിനേഷൻ തീറ്റ ആൻഡ് ഫൈ കണ്ടുപിടിച്ച് മെഷർ ചെയ്ത് എഴുതി കൊടുക്കുന്നത് ആസ് പാർട്ട് ഓഫ് റിസൾട്ട്. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ശരിക്കും, സ്ട്രേറ്റ് അവേ എന്താ ചെയ്യേണ്ടത് ആൻഡ് ദാറ്റ് ലോജിക്. ഇപ്പൊ മനസ്സിലാവും. എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ആസ്ക് മീ. ഓക്കെ, അപ്പൊ ഇതാ എ ബി എന്ന് പറയുന്ന ലൈൻ. ഞാൻ അതിനെ താഴേക്ക് പ്രൊജക്ട് ചെയ്തു. ഇന്നലെ പ്രൊജക്ഷന്റെ കേസൊക്കെ പറഞ്ഞിരുന്നു. ഓർത്തോഗ്രാഫിക്കലി പ്രൊജക്ട് ചെയ്യുന്നു. പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന. അപ്പൊ ഇവിടെ എൻഡ് എന്ന് എച്ച് പിയിലേക്ക് പ്രൊജക്ട് ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് സ്മോൾ ലെറ്റർ എ. ദാറ്റ് ഈസ് എ ടോപ്പ് വ്യൂ ഓഫ് ദ എൻഡ് പോയിന്റ് എ. ദെൻ ടോപ്പ് വ്യൂ ഓഫ് ദി അതർ എൻഡ് പോയിന്റ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്മോൾ ബി ആണ്. ആക്ച്വൽ പോയിന്റ് ഈസ് ക്യാപിറ്റൽ ബി. സോ സ്മോൾ എ സ്മോൾ ബി ആർ ദ റെസ്പെക്റ്റീവ് പ്ലാൻ പോയിന്റ്സ് ഓർ പോയിന്റ്സ് ടോപ്പ് വ്യൂ ഓഫ് ദി എൻഡ് പോയിന്റ്സ്. ഓക്കെ, അതുപോലെ ഫ്രണ്ട് വ്യൂവിന്റെ കേസ് എയും ബിയും, എ പ്രൊജക്ട് ചെയ്തു വി പിയിലേക്ക് പെർപെൻഡിക്കുലർ ടു വി പി, ആൻഡ് ബി പ്രൊജക്ട് ചെയ്തു പെർപെൻഡിക്കുലർ ടു വി പി. അങ്ങനെ കിട്ടിയ രണ്ട് പോയിന്റ്സ് ആണ് എ ഡാഷും ബി ഡാഷും. സോ എ ഡാഷ് ബി ഡാഷ് ആർ റെസ്പെക്റ്റീവ്ലി the front views of the end points A and B. A dash B dash elevation points ആണ്. അപ്പൊ A dash B dash കണക്ട് ചെയ്ത് വരച്ചത് ഫ്രണ്ട് വ്യൂവും എ ബി സ്മോൾ എയും ബിയും കണക്ട് ചെയ്ത് വരച്ചത് ടോപ്പ് വ്യൂ ആണ്. സോ വി ഗോട്ട് പ്ലാൻ ആൻഡ് എലിവേഷൻ ഓഫ് ദ ലൈൻ. പക്ഷെ ഇതൊരു ഒറിജിനൽ ലൈൻ സെഗ്മെന്റ് നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ ഓൺ എ 3D പ്ലാറ്റ്ഫോം. പക്ഷേ ആക്ച്വൽ കൺസ്ട്രക്ഷനിൽ നമുക്ക് എന്തൊക്കെ ഡേറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യും എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അത് വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കണം. ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഏതൊക്കെ തമ്മിലുള്ള ആംഗിളാന്ന് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ലൈനിന്റെ പ്രൊജക്ഷൻ ഓൺ എച്ച് പി ദാറ്റ് ഈസ് സ്മോൾ എ ബി, ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ ആക്ച്വൽ ലൈൻ എ ബി ഓൺ വി പി ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ ക്യാപിറ്റൽ എ ബി ഇസ് ദ റിയൽ ലൈൻ, സ്മോൾ എ ബി ഇസ് ദ പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ. അത് തമ്മിലുള്ള ആംഗിൾ കണ്ടല്ലോ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ആംഗിൾ ഈസ് തീറ്റ. സോ ശരിക്കും അപ്പൊ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി എന്ന് പറയുന്നത് ആക്ച്വൽ ലൈനും അതിന്റെ പ്രൊജക്ഷൻ ടോപ്പ് വ്യൂവും തമ്മിലുള്ള ആ ആംഗിൾ തന്നെയാണ് തീറ്റ. ആൻഡ് അതുപോലെ ഇൻക്ലൈൻഡ് ലൈൻ എ ബിയുടെ ഇൻക്ലിനേഷൻ വിത്ത് വി പി അത് കിട്ടാനായിട്ട് അതിന്റെ പ്രൊജക്ഷൻ ഓൺ വി പി എ ഡാഷ് ബി ഡാഷ് അതിനെ ഡിപ്പെൻഡ് ചെയ്യാം നമ്മൾ. എ ഡാഷ് ബി ഡാഷും ക്യാപിറ്റൽ എ ബി ദാറ്റ് ഇസ് എ റിയൽ ലൈൻ തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലൈൻസിന്റെ പാരലൽ നേച്ചർ വെച്ച് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന കണ്ടോ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ സ്മോൾ എ ബിക്ക് ടോപ്പ് വ്യൂവിന് ഒരു പാരലൽ ലൈൻ വരച്ചു. സി ദിസ് വൺ, സി ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ് ലൈൻ. അപ്പോൾ അത് എ എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, എ എൻ. സോ എ എൻ ഇൻസിഡന്റ്ലി ഈസ് പാരലൽ ടു സ്മോൾ എ ബി. അപ്പൊ അതുകൊണ്ട് എന്താ, പാരലൽ ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് വിൽ ബി സെയിം. ഇപ്പൊ ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ദോസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഇൻ ദ സെൻസ് സീ ദിസ്. ഇവിടെ ഇപ്പം താഴെ ആംഗിൾ തീറ്റ എന്ന് ക്യാപിറ്റൽ എ ബി സ്മോൾ എ ബിയും തമ്മിലുള്ള ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ വരിക. സീ ദിസ് വൺ, ദി ഇൻക്ലിനേഷൻ ഓഫ് ആക്ച്വൽ ലൈൻ എ ബി വിത്ത് എ എൻ. എ എൻ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് പാരലൽ ടു സ്മോൾ എ ബി. സോ ദിസ് ഈസ് യുവർ തീറ്റ. ഓക്കെ, സോ ഇപ്പൊ ഞാനിപ്പോ വരയ്ക്കാൻ ശ്രമിക്കുന്നത് എ ബി. സി ദിസ് ഈസ് എ ലൈൻ എ ബി. ഓക്കെ, ആൻഡ് ദെൻ അവിടെ നിന്നൊരു വെർട്ടിക്കൽ ആണ്
അതിൽ നിന്നുള്ള ഒരു വെർട്ടിക്കല് താഴേക്ക് വരുന്നു, ബി എന്നൊരു വെർട്ടിക്കൽ ഇങ്ങനെ താഴേക്ക് വരുന്നു, ദെൻ ഒരു ഹൊറിസോണ്ടൽ, അപ്പൊ താഴത്തെ പ്ലെയിനിലേക്ക് വരുന്ന, കാരണം ഇതൊരു ഒരു പ്ലെയിനിൽ കിട്ടിയിട്ട് അതിനൊരു വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സി ദിസ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്, see this, I'll give a different color for this line, and this is ഇപ്പൊ കിട്ടിയിരിക്കുന്നത് this is my small ab. ഇനി ഏതാ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ this is actually perpendicular plane of projection, and then ഇപ്പൊ ഞാൻ ഇനി വരയ്ക്കാൻ ശ്രമിക്കുന്നത് ഈ എ ബി എന്നുള്ളത് സ്മോൾ എ ബി, അതിന് പാരലായിട്ട് ക്യാപിറ്റൽ എയിലൂടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു എന്നാ പറഞ്ഞ, ആൻഡ് ദിസ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ നൗ ബിക്കോസ് ഇപ്പൊ വരച്ച ലൈനും സ്മോൾ എ ബിയും പാരലല്ല. ആൻഡ് ദെയർഫോർ ഈ ഒരു പോയിന്റിനെ നമ്മൾ ഓൾറെഡി ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 3D സ്കെച്ചിൽ എൻ എന്ന്. സോ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ എ എൻ ബി ആണ്. അപ്പോൾ ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് ഇപ്പൊ പറയാം ഞാൻ. എ ബി എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ, ട്രൂ ലെങ്ത്. ആൻഡ് ശരിക്കും ട്രൂ ഇൻക്ലിനേഷൻ, ഇപ്പൊ എനിക്ക് നേരത്തെ ഡൗട്ട് ചോദിച്ചത് ആക്ച്വലി ഇതായിരുന്നു പറയേണ്ടിയിരുന്നത്. ഞാൻ ഇങ്ങനെയാണ് ആ ആംഗിള്, നമ്മൾ ഈ ഒരു ജസ്റ്റ് എ മിനിറ്റ്, ഈ ഒരു വെർട്ടെക്സിലാണ് ആംഗിൾ തീറ്റ മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്. എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിലേക്കും അതുപോലെ സ്മോൾ എ ബി എക്സ്റ്റെൻഡ് ചെയ്തു, അത് തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അത് നമ്മളിപ്പോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ദിസ് ഇസ് ഇറ്റ്, തീറ്റ. ഓക്കെ, പിന്നീട് നമ്മൾ ഇതുപോലെ എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് ആ പ്ലെയിനിൽ കൊണ്ടുവന്ന് മീറ്റ് ചെയ്യിപ്പിക്കും. ഞാൻ അത്ര ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഈ ഒരു ലൈൻ തന്നെ അങ്ങ് പറയായിരുന്നു. സോ എ ബി, ഇത് ഇപ്പൊ ഈ ഒരു സ്കെച്ച്, ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ, എ എൻ ബി ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് നോക്കിയേ. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാ? ലോങ്സ്റ്റ് സൈഡ് ഈസ് റെപ്രസെന്റിംഗ് ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ, ആക്ച്വൽ ലൈനിന്റെ ലെങ്ത്. ആൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് ദ ബേസ്. വാട്ട് ഈസ് ദ ബേസ്? എ എൻ. And AN, incidentally, AN is equal to the top view length. See, this is actually the top view, bottom length. This is actually top view or plan. The plan length ആണ്. Okay, plan. So അതുകൊണ്ട് തന്നെ AN എന്ന് പറയുന്നതും top view length ആ. So I'm going to represent by TVL. So ഇനി അങ്ങോട്ട് നമ്മുടെ നൊട്ടേഷനിൽ TVL represents what? Top view length. അല്ലെങ്കിൽ അതിനെ PL എന്ന് എഴുതാം. PL means plan length. So top view length, top view front view എന്ന് പറയുന്നതുണ്ട്. So let us use the 3 letters. TVL, top view length. So top view length is AN. See from this right triangle. See, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ടോപ്പ് വ്യൂ, ട്രൂ ലെങ്ത് ആൻഡ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP, റിയൽ ഇൻക്ലിനേഷൻ, ഹൗ ആർ ദേ റിലേറ്റഡ്? അതായത് ആക്ച്വൽ ലൈനിന്റെ ലെങ്തും അതിന്റെ ടോപ്പ് വ്യൂവും പിന്നെ ആ ലൈനിന്റെ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP, അത് തമ്മിലുള്ള ബന്ധം എന്താ? അത് ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് കിട്ടും ബൈ ജോമെട്രി. സോ വി ഷുഡ് നോ ദാറ്റ്. നമ്മൾ അത് അറിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ എളുപ്പമായിരിക്കും. നമ്മൾ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല, വി ജോമെട്രിക്കലി കൺസ്ട്രക്ട്. നമ്മൾ ഈ ലെങ്തുകളൊക്കെ ജോമെട്രിക്കലി ആണ് നമുക്ക് ലെങ്ത് ഒപ്പിക്കേണ്ടത്. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കലി അതെങ്ങനെ ആയിരിക്കും റിലേറ്റഡ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അതാ ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ബന്ധം എന്താ? ഇഫ് യു ടേക്ക് കോസ് തീറ്റ, ഓക്കെ, നിങ്ങളുടെ പഴയ school class trigonometry, cos theta is equal to adjacent side by hypotenuse. Adjacent side is AN. So that AN divided by hypotenuse is AB. What is AN? AN is incidentally equal to plan length AB divided by capital AB itself. Capital AB is the true length. So എന്താ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന plan length, if you cross multiply, then what you get is small ab is equal to, this is the important relation we are searching for, small ab is equal to capital AB into cos theta. ഇത് നമുക്ക് വേണം. അപ്പോൾ ശരിക്കും ടോപ്പ് വ്യൂ ലെങ്തും ട്രൂ ലെങ്തും ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HPയും തമ്മിലുള്ള ബന്ധം, ആൻഡ് ദിസ് റിലേഷൻ ഈസ് വെരി ക്രൂഷ്യൽ ഇൻ ദ കൺസ്ട്രക്ഷൻ. അപ്പൊ നമുക്ക് ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. അതായത് കുറച്ചുകൂടെ ജനറലൈസ് ചെയ്താൽ, സോ ഇഫ് യു റൈറ്റ് ദിസ് ഇൻ എ ജനറൽ വേ, ദെൻ എങ്ങനെയാ എഴുതുന്നത്? ടോപ്പ് വ്യൂ ലെങ്ത് ഇസ് ഈക്വൽ ടു, ഇനി അങ്ങോട്ട് മനസ്സിൽ വെക്കേണ്ട അടുത്ത പോയിന്റ് ആണ് ഈ പറയുന്നത്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലെ കുറച്ച് തമ്പ് റൂൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഈ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, ഫോർ ആൻ ഒബ്ലിക് ലൈൻ, ഒബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP. ഡബിൾ ഇൻക്ലൈൻഡ് ലൈൻ ആയത്. സിംഗിൾ ഇൻക്ലൈൻഡും ഉണ്ട്. സിംഗിൾ ഇൻക്ലൈൻഡ് മീൻസ് ലൈൻ ഇൻക്ലൈൻഡ് അറ്റ് an angle with HP and parallel to VP. അല്ലെങ്കിൽ ലൈൻ ഇൻക്ലൈൻഡ് അറ്റ് an angle with HP and parallel to VP എന്ന് പറഞ്ഞതുപോലെ തിരിച്ച് ലൈൻ ഇൻക്ലൈൻഡ് ടു VP and parallel to HP.
അങ്ങനെ രണ്ട് വിധത്തിലും ആകാം. അത് സിംഗിൾ ഇൻക്ലൈൻഡ് ആണ്. കംപ്ലീറ്റ്ലി ഒബ്ലിക് എന്ന് പറഞ്ഞാൽ ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP. അത് നമ്മൾ ഈ റെപ്രസെന്റ് ചെയ്തത് പോലെ. ഓക്കെ, പിന്നെ ഈ കാര്യം വളരെ സിമ്പിൾ ആകുന്നത് ഈ ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇപ്പൊ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മേ ബി ഇൻ എനി ക്വാഡ്രന്റ് ഓർ ഈവൻ മൾട്ടിപ്പിൾ പോർഷൻസ് മൾട്ടിപ്പിൾ ക്വാഡ്രന്റ്സിൽ വേണമെങ്കിൽ ആകാം. അപ്പൊ നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വൺ പോർഷൻ ഓഫ് ദ ലൈൻ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് and the other portion lies in the first quadrant and in between it passes through say fourth quadrant. അങ്ങനെയൊക്കെ വരാം. Okay, that is also possible. അതാണ് ഒരു ultimate confusing case. അല്ലാതെ straight forward line completely lies in first quadrant or completely lies in third quadrant എന്നൊക്കെ പറയുകയാണെങ്കിൽ it is easy to deal with. അപ്പോൾ എന്താണ് top view length is equal to എന്താ നമ്മൾ ഓർക്കേണ്ട അടുത്ത തമ്പ് റൂൾ ഇതാണ്, ട്രൂ ലെങ്ത് ടൈംസ് കോസ് തീറ്റ. അപ്പൊ ഇനി അങ്ങോട്ട് തീറ്റ എന്ന് കേൾക്കുമ്പോൾ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP അത് മാറരുത്. Okay, so this is the next relation you have to keep in mind along with the thumb rules. Okay, so top view length is equal to true length times cos theta. അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ലൈനിന്റെ പേര് ക്യാപിറ്റൽ AB എന്നാവണമെന്നില്ല. ലൈൻ മേ ബി PQ ഓർ MN ഓർ CD ഒക്കെ ആകാം. അപ്പൊ അതനുസരിച്ച് അതിന്റെ ടോപ്പ് വ്യൂ ലെങ്തും നമ്മൾ സ്മോൾ CD, സ്മോൾ MN, സ്മോൾ PQ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ജനറലൈസ് ചെയ്ത് പറയുന്നത് ടോപ്പ് വ്യൂ ലെങ്ത് ഇസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ടൈംസ് കോസ് തീറ്റ. ഇനി എന്താ ഇതിന്റെ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇത് ഇതുകൊണ്ട് നമുക്ക് എന്താ ഉപയോഗം? അത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ വരയ്ക്കാൻ പോകുന്നത് ലൈനിന്റെ ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് TL സ്റ്റാൻഡ്സ് ഫോർ ട്രൂ ലെങ്ത് ഓർ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ലൈൻ. ഓക്കെ, സോ ട്രൂ ലെങ്ത്. സോ ട്രൂ ലെങ്ത് ഓഫ് AB, true length of AB, that is equal to say 100 mm. Okay, so 100 mm or 10 centimeters. We used to mark the dimensions in millimeters usually. So true length of capital AB, so true length TL എന്ന് പറയുന്നത് ഇവിടെ 100 mm ആണ്. Okay, let's say theta is equal to true length and theta is equal to 45 degrees. Theta, inclination of the line with HP. Theta is always representing, now in the case of projection of lines, representing inclination of the line with HP. That's true inclination. So theta is equal to 45 degree. Okay, so that is inclination with HP. True inclination. Then this relation use cheyanengil what will be the top view length even without constructing the top view length. Okay, അത് വരയ്ക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന്റെ ടോപ്പ് വ്യൂ ലെങ്ത് എന്തോ ആണെന്ന്. സോ വാട്ട് ഈസ് ദാറ്റ് റിലേഷൻ? നമ്മളിപ്പോ പറഞ്ഞ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ടൈംസ് കോസ് തീറ്റ. Therefore ഇപ്പോ സ്മോൾ AB ടോപ്പ് വ്യൂ ലെങ്തിന് സ്മോൾ AB ആണ് റെപ്രസെന്റ്, കാരണം സ്മോൾ A സ്മോൾ B ആർ ദ പ്ലാൻ പോയിന്റ്സ് of the actual end points capital A and capital B. So small AB is equal to capital AB, that is true length, times cos theta. So what is cos theta? Theta is 45 degree. Okay, ഇനി നമ്മുടെ ഈ കേസിൽ റിയലിസ്റ്റിക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. സ്മോൾ AB plan length is equal to capital AB is 100 mm. So 100 into cos 45. See, cos 45 is approximately 0.7071, 1 by root 2 actually. അപ്പോൾ അത് 0.7071 ആണ്. So 0.7 into 100. So 0.707 യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ so it's approximately നമുക്ക് കിട്ടുന്നത് 70.71. 70.71. So again that is നമുക്ക് 70 millimetersലാണ്. So either 70.5 or the next means 71 mm. Okay, so നമ്മൾ കൺസ്ട്രക്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മില്ലിമീറ്റർ ആക്യുറേറ്റ് 70.5 or now 71 mm എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ എന്താണ് വാട്ട് ഈസ് ദിസ് ആക്ച്വലി? ഇതാണ് പ്ലാൻ ലെങ്ത്. ദിസ് ഈസ് ആക്ച്വലി ദ പ്ലാൻ ലെങ്ത് ഓഫ് AB. സി ഈവൻ വിതൗട്ട് കൺസ്ട്രക്ടിങ് ദിസ് ടോപ്പ് വ്യൂ വി കാൽക്കുലേറ്റഡ് ഇറ്റ്സ് ലെങ്ത് മാത്തമാറ്റിക്കലി. പക്ഷേ ഇത് ജോമെട്രിക്കലി കിട്ടണം. ജോമെട്രിക്കലി ഈ ലെങ്ത് എങ്ങനെ കിട്ടും എന്നുള്ളത് അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രൊജക്ഷൻ എങ്ങനെ വരും എന്ന് നമുക്ക് മനസ്സിലാവും. സോ പ്ലാൻ ലെങ്ത് 71 mm എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഒറിജിനൽ ലെങ്തും ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HPയും തന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് വരയ്ക്കാതെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ ലെങ്ത് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ പറഞ്ഞത് ട്രൂ ലെങ്ത് ടൈംസ് കോസ് തീറ്റ. സോ യു ഷുഡ് റിമെമ്പർ ദാറ്റ് ആസ്പെക്ട്. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് ഇത് ജോമെട്രിക്കലി എങ്ങനെ കിട്ടാം? അത് ആ എക്സ്പ്ലനേഷൻ തന്നെയാണ് എക്സാക്ട്ലി ദിസ് വൺ. സീ ദിസ്
ഈ ഒരു ട്രയാങ്കിളില് ഇപ്പൊ ഈ പറഞ്ഞത് ഈ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിള് ABN, അതിനാണ് ഈ ട്രയാങ്കിൾ ഇവിടെ വരച്ചത്. സപ്പോസ് ദിസ് ട്രൂ ലെങ്ത് ഈസ് 100 mm and this inclination theta is 45, then automatically top view length will be representing this 71 mm if your construction is accurate. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഇനി നമ്മൾ ഇതിന്റെ അതേ കാര്യം നമ്മളിപ്പോ ജോമെട്രിക്കൽ കാൽക്കുലേഷൻ പറയാൻ പോവാണ്. സോ ജോമെട്രിക്കലി എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന്. സോ വി വിൽ കൺസ്ട്രക്ട് എ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ബേസിക് ഇന്റൻഷൻ. പിന്നെ അത് ഏത് റീജിയനിൽ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ളത് അടുത്ത നെക്സ്റ്റ് നമ്മൾ പറയും. സോ ജോമെട്രിക്കലി ഈ ലെങ്ത് എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്? ജോമെട്രിക്കലി വി വിൽ കൺസ്ട്രക്ട് എ റൈറ്റ് ട്രയാങ്കിൾ. നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? സോ വിൽ ഡ്രോ എ ഹൊറിസോണ്ടൽ. ഇതുപോലെ ഹൊറിസോണ്ടൽ വരയ്ക്കുന്നു. ആൻഡ് വി സ്റ്റാർട്ട് വിത്ത് ലെറ്റ് സേ എ പോയിന്റ് സംവെയർ ഹിയർ. ഇപ്പൊ നമുക്ക് കിട്ടിയ A' എന്ന് ഓക്കെ ആകാം. ഇപ്പൊ ആക്ച്വൽ പോയിന്റ് നമ്മുടെ 2D പ്രൊജക്ഷനിൽ കിട്ടില്ല. അപ്പൊ അതിന്റെ പ്ലാൻ പോയിന്റോ റെഫറൻസ് പോയിന്റിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു ഹൊറിസോണ്ടൽ വരച്ചു. ദെൻ അതിന്റെ ഒരു എൻഡിൽ നിന്ന് 45 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ചിട്ട് 45 ഡിഗ്രി എടുത്തു. എന്തുകൊണ്ട് 45 എടുത്തു? because the angle theta is given to be, actual angle is given to be 45. So theta is equal to 45. Suppose that is given. Then the true length, അത് hypotenuse അങ്ങ് മാർക്ക് ചെയ്യുക. So തന്നിട്ടുള്ള true length, what is that true length? True length is equal to 100 mm. That is given. Okay. Then ഇനി എന്താ ചെയ്യുക? 100 mm end ചെയ്യുന്ന പോയിന്റിൽ നിന്ന് you drop a vertical. 100 mm end ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഒരു vertical താഴേക്ക് ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് ഇൻ ദാറ്റ് വേ യു ട്രൈ ടു കംപ്ലീറ്റ് ദ ട്രയാങ്കിൾ. വിച്ച് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ? ഇത് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ ആണ്, ദ റിക്വയർഡ് റൈറ്റ് ട്രയാങ്കിൾ. ആൻഡ് ദിസ് അപ്പൊ AB എന്നുള്ളത് ഒറിജിനൽ ലെങ്ത്. ഇപ്പൊ നമ്മൾ വരച്ച ട്രയാങ്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദിസ് ട്രയാങ്കിൾ ആക്ച്വലി ABN. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ നമ്മൾ ഈ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ നൗ വിൽ റിപ്രസെന്റ് ദിസ് ജോമെട്രിക്കലി. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ലെങ്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പം ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് ദ ബേസ്. സീ ദിസ്, ഈ ബേസ് ലെങ്ത് നമുക്കങ്ങ് കിട്ടും. ഇത് മെഷർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്യുറേറ്റ് ആണെങ്കിൽ ദിസ് ലെങ്ത് ഡെഫിനറ്റ്ലി വിൽ ബി വാട്ട്? ദിസ് ലെങ്ത് വിൽ ബി 71 mm. 71 mm. സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ ലെങ്ത്. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ ലെങ്ത് ഓഫ് ദ ലൈൻ, വിച്ച് ഈസ് ദാറ്റ് AB. നമ്മൾ AB എന്ന് പറയുന്ന സ്മോൾ AB എന്ന് പറയുന്ന ടോപ്പ് വ്യൂ ലെങ്ത്. ആൻഡ് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഏതാ? ആക്ച്വൽ AB. സോ ബൈ കൺസ്ട്രക്ടിങ് എ റൈറ്റ് ട്രയാങ്കിൾ വി ക്യാൻ ഗെറ്റ് ഇറ്റ്. ഇപ്പൊ നമ്മൾ ഈ ലോജിക്ക് പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മളിപ്പോ ടോപ്പ് വ്യൂവിന് വേണ്ടി പറഞ്ഞു. പക്ഷെ ദ സെയിം തിങ് വി ക്യാൻ കോപ്പി ആൻഡ് കോപ്പി ദ സെയിം വൺ ഓർ ഈവൻ യൂസ് ദ സെയിം കോൺസെപ്റ്റ്. ഇതേ കാര്യം തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാം ഫ്രണ്ട് വ്യൂവിന് വേണ്ടിയും. ഫ്രണ്ട് വ്യൂവിന് വേണ്ടി ഏത് ട്രയാങ്കിൾ എടുക്കുകയുള്ളൂ? ദിസ് ട്രയാങ്കിൾ BA and M or BMA, or you can call it like right triangle AMB. ഇവിടെ ANB എന്ന് പറഞ്ഞതുപോലെ ഇവിടെ AMB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുക്കും. അപ്പൊ അതില് വീണ്ടും നമുക്ക് വലിയ ഹെഡേക്ക് ഒന്നും ആവണ്ട. ദ സെയിം ലോജിക് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ദ ജോമെട്രിക് ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ ഓൾസോ എന്ന് ഓർത്തിരുന്നാൽ മതി. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് അടുത്തൊരു റൈറ്റ് ട്രയാങ്കിൾ, സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ട്രൂ ലെങ്ത് മാറാൻ പറ്റില്ലല്ലോ. ഡിഫറെന്റ് ട്രൂ ലെങ്ത് AB എന്ന് പറയുന്നത് 100. അത് ടോപ്പ് വ്യൂ റീജിയൻ പറഞ്ഞാലും ഫ്രണ്ട് വ്യൂ റീജിയൻ പറഞ്ഞാലും ദാറ്റ് ഈസ് സെയിം. ഓക്കെ, സോ നൗ ഇഫ് അപ്പൊ ഇതിപ്പോ കണ്ടീഷൻ നമ്മൾ എക്സാമ്പിൾ പറയാണ്. ഇഫ് ട്രൂ ലെങ്ത് ഈസ് 100 mm ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു 45 ആൻഡ് വി അറൈവ്ഡ് അറ്റ് ദ പ്ലാൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ AB or what is it called? top view length, both geometrically and mathematically. Geometrically കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കും എന്ന് പറഞ്ഞാൽ മാത്രം മതി. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കും, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ട്രൂ ലെങ്ത് ആയിരിക്കും, അതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് ദ ഹൊറിസോണ്ടൽ, അതായത് ബേസ് ഏതായിരിക്കും? ആക്ച്വൽ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റൈറ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം അതിന്റെ ബേസ് ലെങ്ത് automatically will represent the top view length. So that is the idea. Okay, in the case of an oblique line. And then again we continue this. If the same logic നമ്മൾ front view region apply ചെയ്യാൻ പോവുക. If again angle phi is ഈ same questionൽ true length മാറില്ലല്ലോ. സോ അതുകൊണ്ട് phi മാത്രം എഴുതിയാൽ മതി. ഇൻക്ലിനേഷൻ phi എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ AB വിത്ത് VP.
ആൻഡ് ഇഫ് ദാറ്റ് ഫൈ ഈസ് എ 30 ഡിഗ്രി, ഒരു ഡിഫറെന്റ് ആംഗിൾ പറയുന്നു. അതിനൊക്കെ ഒരു കൺസ്ട്രെയിന്റ് ഉണ്ട്, അതായത് എത്ര ആംഗിൾ തീറ്റ പ്ലസ് ഫൈ ആകാം മാക്സിമം എന്നൊക്കെ ലോജിക് ഉള്ളതാ, അതൊക്കെ നമ്മൾ പറയും. സോ ഈ ഫൈ ഈസ് ഈക്വൽ ടു 30. സോ ഇൻ ദിസ് കേസ് സപ്പോസ് ഈ ഫൈ ഈസ് ഈക്വൽ ടു 30 ഇൻ ദിസ് കേസ്, ഞാനിപ്പം സപ്ലൈ ചെയ്യുന്നത് മൂന്നാമത്തെ ഇൻഫർമേഷൻ ആണ്. മൂന്നാമത്തെ എന്ന് പറയാൻ കാരണം എന്താ, ആദ്യം രണ്ടെണ്ണം തന്നു, ഏതാ ട്രൂ ലെങ്ത് 100 mm ആൻഡ് ഇൻക്ലിനേഷൻ തീറ്റ 45 എന്ന് തന്നു. സി ഇപ്പോൾ ഒന്നും കൂടെ ആംഗിൾ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് വി പി. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് എത്ര ഇൻഫർമേഷൻ വേണം, വി റിക്വയർ 5 pieces ഓഫ് ഇൻഫർമേഷൻ. കണ്ട ന്യൂമറിക്കൽ ഇൻഫർമേഷൻ ഇതുപോലെ 5 എണ്ണം വേണമെന്നാണ്. അപ്പോൾ ട്രൂ ലെങ്ത് ഉണ്ട്, തീറ്റ ഉണ്ട് ആൻഡ് ഇൻക്ലിനേഷൻ 5 അതും ഉണ്ട്. ഇനി മറ്റുള്ളത് എൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ കൂടെ തന്നേക്കാം. എനിവേ വി റിക്വയർ 5 pieces ഓഫ് ഇൻഫർമേഷൻ ടു കംപ്ലീറ്റ് ദി പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് അഡിക്വേറ്റ്ലി. സോ ഈ ഫൈ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഞാനിപ്പം പഴയ ലോജിക്ക് പറയുന്നു. എങ്ങനെയാണ് ജോമെട്രിക്കലി എങ്ങനെ കിട്ടും, മാത്തമാറ്റിക്കലി എങ്ങനെ കിട്ടും? ജോമെട്രിക്കലി കിട്ടുന്നത് ഇതാ, ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഏത് റൈറ്റ് ട്രയാങ്കിൾ ആണ്? എ എം ബി, അതായത് ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടത് എ ഡാഷ് ബി ഡാഷ് ബി, അതങ്ങോട്ട് കോപ്പി ചെയ്യുകയാണ്. സോ അത് ഒരു പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ എങ്ങനെ വരുമോ അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതുപോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ആ ഒരു സെയിം ഓറിയന്റേഷനിൽ തന്നെ അങ്ങ് വരച്ചേക്കാം. ഇപ്പോ അത് ഏതിലോ ഇപ്പൊ സാധാരണഗതിയിൽ താഴേക്കൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പൊ ആ ഒരു ലോജിക്ക് അതിന്റെ ആ ഓറിയന്റേഷൻ കിടക്കുന്ന അനുസരിച്ച് വേണമെങ്കിൽ അത് ഇങ്ങനെ വരയ്ക്കാറുണ്ട്. ഇങ്ങനെയാണ് ആ ഓറിയന്റേഷൻ വരുന്നത്. ഇപ്പൊ അവിടെ വരുന്ന ഒരു ഓറിയന്റേഷൻ അനുസരിച്ച് ഇങ്ങനെയൊക്കെ പ്ലോട്ട് ചെയ്യാം. പക്ഷെ അത് നിർബന്ധമില്ല, ഏത് ഓറിയന്റേഷനിൽ വരച്ചാലും ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ഹൈപ്പോട്ടന്യൂസ് റെപ്രസെന്റിംഗ് ട്രൂ ലെങ്ത് ആൻഡ് ഇൻക്ലിനേഷൻ ഈസ് ഫൈ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വൽ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് വി പി, ദെൻ ഡെഫിനറ്റ്ലി ദ ബേസ് ലെങ്ത് വിൽ റെപ്രസെന്റ് ഫ്രണ്ട് വ്യൂ ലെങ്ത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഇതുപോലെയാണ് ആ കേസ് എന്ന് പറയുമായിരുന്നു. അതായത് ഇതാണ് ഈ കേസിൽ, ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന കേസിൽ ദിസ് ഈസ് ദി ട്രൂ ലെങ്ത്, അതായത് ട്രൂ ലെങ്ത് എത്രയാ, ഹൈപ്പോട്ടന്യൂസ് എ ബി. അത് ഇൻ ദിസ് കേസ് എത്രയാണത്? സോ വി ടേക്ക് 100 mm ആൻഡ് എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലൈനാ. അപ്പൊ ഞാനിപ്പോ ശരിക്കും കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് ഏതാണെന്നറിയോ, അവിടുത്തെ എ എം ബി എന്നുള്ളതാണ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ദിസ് പോയിന്റ് അവിടെ നോക്കിയാൽ മനസ്സിലാവും, ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ് ആൻഡ് ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് ദിസ്, ഫ്രണ്ട് വ്യൂ ലെങ്ത്. ഫ്രണ്ട് വ്യൂ ലെങ്ത് എ ഡാഷ് ബി ഡാഷ്. See this confusion വേണ്ട. See it's here. ഇതാ എ ഡാഷ് ബി ഡാഷ് ബി, ഇത് അങ്ങോട്ട് കോപ്പി ചെയ്യുക. ഈ രണ്ട് ഐഡിയ മാത്രം മതി നമുക്ക് ഒരുവിധം നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ ലോജിക്ക് മനസ്സിലാവാൻ. ഓക്കെ, സി ദിസ് ഈസ് ദി ഐഡിയ നൗ. ഇപ്പോ ട്രൂ ലെങ്ത് ഉണ്ട്, then inclination. What is this inclination? Inclination, actual inclination of the line AB with VP, phi. Okay, ഇത് ഫൈ ആണ്. അപ്പൊ നാച്ചുറലി ഈ എ എം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ബേസ് ലെങ്ത് എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? യു ടേക്ക് കോസ് ഫൈ, കോസ് തീറ്റ നേരത്തെ എടുത്തതുപോലെ ടോപ്പ് വ്യൂ സൈഡിൽ പറഞ്ഞതുപോലെ ഫ്രണ്ട് വ്യൂ റീജിയനിൽ ഇപ്പോ കോസ് ഫൈ എന്നുള്ളത് ഫ്രണ്ട് വ്യൂ സൈഡിൽ നിന്ന് എടുക്കുന്ന ഡയമെൻഷൻസ് ആണ്. സോ കോസ് ഫൈ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്താ? ഇതൊരു റിവേഴ്സ് ഓറിയന്റേഷനിൽ കിടക്കുന്നതേ ഉള്ളൂ. അഡ്ജസന്റ് സൈഡ് എ എം ആണ്, ഹൈപ്പോട്ടന്യൂസ് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ റൈറ്റ് ട്രയാങ്കിൾ വിച്ച് ആംഗിൾ ഈസ് 90, ദിസ് ഈസ് 90, ദിസ് ഈസ് ഓൾസോ 90. ഓക്കെ, നമ്മൾ ഏതാ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന? റൈറ്റ് ട്രയാങ്കിൾ എ എം ബി. ഓക്കെ, സോ റൈറ്റ് ട്രയാങ്കിൾ എ എം ബി ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ കോസ് ഫൈ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഇറ്റ്? കോസ് ഫൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, സോറി adjacent side AM divided by hypotenuse AB. So similar logic നേരത്തെ യൂസ് ചെയ്ത്. And what is AM? AM എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ലെങ്ത്, നോട്ട് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ ലെങ്ത് A dash B dash then divided by AB. എന്താ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്? This is actually front view length divided by true length ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? ശരിക്കും ഇതിൽ നിന്ന് എ ഡാഷ് ബി ഡാഷിന്റെ ലെങ്ത് കിട്ടാൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ലെങ്ത് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്? സോ എ ഡാഷ് ബി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വൽ ലെങ്ത് എ ബി ഇൻറ്റു കോസ് ഫൈ. മാത്തമാറ്റിക്കലി ദിസ് ഈസ് ദ കേസ്. ഐ മീൻ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ജോമെട്രിക്കലി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ആൻഡ് ദിസ് വൺ നൗ മാത്തമാറ്റിക്കലി വി പ്രൊസീഡ്. സോ എ ബി ആ റിലേഷനും കൂടെ നമുക്ക് എഴുതി വെച്ചേക്കാം. ഓക്കെ, so a dash b dash is equal to ab cos phi. So therefore in the conclusion front view length is equal to front view length of any line
Any oblique line is equal to true length times. അത് എപ്പോഴും oblique തന്നെ ആവണമെന്നില്ല. Otherwise this is valid. For all the lines, FVL, front view length or elevation length is equal to true length times cos phi. Phi എന്താണ്? Inclination of the actual line with VP. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതുന്നതാണ് നല്ലത്. കാരണം ലൈനിന്റെ പേര് എപ്പോഴും ക്യാപിറ്റൽ എ ബി ആൻഡ് എ ഡാഷ് ബി ഡാഷ് എന്ന് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ലൈനിന്റെ നെയിം നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെന്റ് ആയിരിക്കാം, പി ക്യു, സി ഡി, എം എൻ എന്നൊക്കെ ആകാം. ഓക്കെ, സോ ദിസ് ഈസ് അഗെയിൻ അനദർ ലോജിക്. അപ്പൊ നമ്മൾക്ക് എന്ത് മനസ്സിലായി ഇതിന്ന്? ഈ ഒരു സ്റ്റോറി സിമ്പിൾ ആക്കി പറഞ്ഞാല് ഫ്രണ്ട് വ്യൂ ലെങ്ത് കിട്ടാൻ ഇപ്പൊ ഈ കേസിൽ വാട്ട് ഈസ് ദ ഫ്രണ്ട് വ്യൂ ലെങ്ത്? എനിക്കിപ്പോ ഇതിൽ നിന്ന് എനിക്ക് ഫ്രണ്ട് വ്യൂ ലെങ്ത് വേണം. സോ ഹൗ കൻ ഐ ഗെറ്റ് ഇറ്റ്? Front view length is equal to front view length. എന്താ അത്? A dash B dash is equal to true length times cos phi. മാത്തമാറ്റിക്കലി ആണെങ്കിൽ അപ്പോ ട്രൂ ലെങ്ത് എന്താണ്? ക്യാപിറ്റൽ എ ബിയുടെ ലെങ്ത് ഇൻറ്റു കോസ് ഫൈ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ് നൗ. വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ലെങ്ത് അവൈലബിൾ ആണ്. വാട്ട് ഈസ് ദാറ്റ്? 100 mm ആൻഡ് കോസ് ഫൈ and angle phi is given as 30 degree. നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തതാ. angle phi, let us say angle phi is 30 degree. okay, true length remains the same, so it has to be. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് ഇതെന്ന് കോസ് ഫൈ കോസ് 30 ആൻഡ് ദെൻ അങ്ങനെ വരുമ്പോൾ the value will be what? 100 into see cos 30 എന്ന് പറഞ്ഞാൽ 0.866 ആണ്. okay, so this is 0.866 something and you will get 86.6. okay, and which is approximately say 87. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ആക്യുറസി കിട്ടില്ല, ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ ലെങ്ത്, വാട്ട് ഈസ് ദാറ്റ്? FVL, ഫ്രണ്ട് വ്യൂ ലെങ്ത് ഓർ എലിവേഷൻ ലെങ്ത് ഓഫ് ദ ലൈൻ AB ഇൻ ദിസ് കേസ് ഇസ് 87 mm. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു, പക്ഷെ ഇതെങ്ങനെ ജോമെട്രിക്കലി കിട്ടുക? ട്രയാങ്കിള് ഇപ്പോ ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യും. അതിപ്പം എങ്ങനെ ഏത് ഓറിയന്റേഷനിൽ വേണമെങ്കിലും ആകാം. പക്ഷെ ആക്ച്വൽ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ ഉള്ളൊരു ഇപ്പൊ നമ്മൾ വരച്ച ടൈപ്പ് ഇൻ ദ സെൻസ് നമ്മൾ കൺസിഡർ ചെയ്ത ഒബ്ലിക് ലൈൻ ടൈപ്പ് ആണെങ്കിൽ ഇതുപോലെ എപ്പോഴും ലൈൻ ഇങ്ങനെ ആവണമെന്നില്ല, ഡിഫറെന്റ് ഓറിയന്റേഷൻ ഒക്കെ ആകാം. ലൈൻ AB ആണ് ഇൻക്ലൈൻഡ് അറ്റ് തീറ്റ വിത്ത് HP ആൻഡ് ഇൻക്ലിനേഷൻ ഫൈ വിത്ത് VP എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 ഇൻഫർമേഷൻ ഇന്നാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻ എഴുതി അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ അതിനുള്ള ലോജിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷം അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ട ഈ ലെങ്ത് ജോമെട്രിക്കലി എങ്ങനെ കിട്ടും എന്നുള്ളതാ. അപ്പൊ ജോമെട്രിക്കലി കിട്ടാനായിട്ടുള്ള മാർഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ട്രൂ ലെങ്ത് ആയിരിക്കണം. ജോമെട്രിക്കലി എങ്ങനെയായിരിക്കും കിട്ടുന്നത്? എങ്ങനെ? ഹൗ ടു ഗെറ്റ് ഫ്രണ്ട് വ്യൂ ലെങ്ത് ജോമെട്രിക്കലി, ഹൗ ടു ഗെറ്റ് ഫ്രണ്ട് വ്യൂ ലെങ്ത്. ഓക്കെ, സോ എന്താ വേണ്ടത്? സോ നമ്മളൊരു പോയിന്റ്, ഒരു ഹൊറിസോണ്ടൽ വരച്ചു. അത് ഏത് ഓറിയന്റേഷൻ വേണമെങ്കിലും ആകാം, അത് റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പം ഇങ്ങനെ പറയുന്നു കാരണം നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ ഇതാണ് ലോജിക്ക്. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, ഒരു പോയിന്റ് എടുത്തു, അവിടെ പ്രൊട്രാക്ടർ വെച്ച് ആംഗിൾ 30 എവിടെ നിന്നാ കിട്ടിയ? ഇൻക്ലിനേഷൻ ഫൈ, ആക്ച്വൽ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് VP അത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് 30 ഡിഗ്രി ആണ്. സോ ഇറ്റ്സ് എ സ്മോളർ ആംഗിൾ ദാൻ 45. നേരത്തെ തീറ്റ 45 ആയിരുന്നു. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ദിസ് വാല്യൂ ഇതിൽ മാർക്ക് ചെയ്യേണ്ട ഹൈപ്പോട്ടന്യൂസ്. സോ ദിസ് ആംഗിൾ ഈസ് റിയൽ ആംഗിൾ ഫൈ വിച്ച് ഈസ് 30 ഡിഗ്രി. ഓക്കെ, ആൻഡ് നേരത്തെ ഇവിടെ നമ്മളാണെങ്കിൽ 40 തീറ്റ, സി ദിസ് ഇവിടെ തീറ്റ 45 എടുത്തിരുന്നു. അതുപോലെ ഒരു റിവേഴ്സ് ഓറിയന്റേഷൻ ഇട്ടെന്നേ ഉള്ളൂ. അതിൽ ഇങ്ങനെ ആംഗിൾ എടുത്തതിന് ശേഷം ഇതിന്റെ ഹൈപ്പോട്ടന്യൂസിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. വിച്ച് ലെങ്ത്? അഗെയിൻ ദ സെയിം ട്രൂ ലെങ്ത് AB മാർക്ക് ചെയ്യാൻ പോവുക. വാട്ട് ഈസ് ദാറ്റ് ലെങ്ത്? 75 mm. നമ്മൾ 75 ഇതിൽ മാർക്ക് ചെയ്യുന്നു. ആൻഡ് ദെൻ യു ഡ്രോ എ വെർട്ടിക്കൽ. എവിടെ? 75 എൻഡ് ചെയ്യുന്ന അടുത്തുനിന്ന്, ആംഗിളിന്റെ വെർട്ടെക്സിൽ നിന്ന് 75 എൻഡ് ചെയ്യുന്ന അടുത്തുനിന്ന് എന്ത് ചെയ്യുക? ഡ്രോ എ വെർട്ടിക്കൽ ലൈക്ക് ദിസ്. ദിസ് ഇപ്പം ഒരു വെർട്ടിക്കൽ അങ്ങ് വരയ്ക്കുക ഈ പോയിന്റിലൂടെ. And this, so that this angle is 90. Okay, അങ്ങനെയാണെങ്കിൽ definitely the base length, the horizontal side now will represent what? Elevation length or front view length. What is that?
എ ഡാഷ് ബി ഡാഷ്. നമ്മളിത് ജോമെട്രിക്കലി ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ട് മെഷർ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഈ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത 100 ടൈംസ് കോസ് തീറ്റ ഓർ കോസ് 5, 100 ടൈംസ് കോസ് 5 ഓർ 100 ടൈംസ് കോസ് 30 എടുത്തപ്പോൾ കിട്ടിയ 87 mm അതാണ് കിട്ടേണ്ടത്, പ്രൊവൈഡഡ് അവർ കൺസ്ട്രക്ഷൻ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് ആക്യുറേറ്റ് ഇനഫ്. ഓക്കെ, ട്രൂ ലെങ്ത് 100 അല്ലേ? ട്രൂ ലെങ്ത് 100. ഓ, ഞാൻ 75 എന്ന് എഴുതി, ഐ ആം സോറി. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് 100 എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ, ഞാൻ 75 എഴുതി വെച്ചത്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ട്രൂ ലെങ്ത് എ ബി ഈസ് നോട്ട് 75, ഇറ്റ് ഈസ് 100. ഓക്കെ, ട്രൂ ലെങ്ത് മാറാൻ പറ്റില്ല എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്, എന്നിട്ട് വീണ്ടും അവിടെ എഴുതി വെച്ചത് 75 എന്നായിപ്പോയെന്നേ ഉള്ളൂ. ഓക്കെ, so it's true length AB is 100 mm and front view length is now 87 mm. ഇത് മെഷർ ചെയ്ത് കിട്ടുന്നതാണ്, കാൽക്കുലേറ്റഡ് വാല്യൂ അല്ല. മെഷർ ചെയ്ത് ഇങ്ങനെ കിട്ടാം, മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ എസെൻഷ്യലി എന്താണ് ഒരു ഒബ്ലിക് ലൈൻ, ഇതിൽ നിന്ന് ഇതുവരെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതെന്ന് എന്താ മനസ്സിലായത്? വെൻ യു കൺസ്ട്രക്ട് ദി പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്, നമുക്ക് എസെൻഷ്യലി വേണ്ടത് വി കൺസ്ട്രക്ട് 2 റൈറ്റ് ട്രയാങ്കിൾസ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ വൺ ഇൻ ദ ഫ്രണ്ട് വ്യൂ റീജിയൻ ആൻഡ് അതർ ഇൻ ദ ടോപ്പ് വ്യൂ റീജിയൻ. അതൊക്കെ എവിടെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ എന്തായാലും എസെൻഷ്യലി നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് വി വിൽ കൺസ്ട്രക്ട് 2 റൈറ്റ് ട്രയാങ്കിൾസ്. എന്തിനാ റൈറ്റ് ട്രയാങ്കിൾസ്? ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ടോപ്പ് വ്യൂ ലെങ്ത് ആൻഡ് ഫ്രണ്ട് വ്യൂ ലെങ്ത് ജോമെട്രിക്കലി. ഒരു ഒബ്ലിക് ലൈൻ ആണെങ്കിൽ ടോപ്പ് വ്യൂ ലെങ്തും ഫ്രണ്ട് വ്യൂ ലെങ്തും ജോമെട്രിക്കലായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ആ ബേസ് ലെങ്ത്, അത് ഒറിജിനൽ പൊസിഷൻ ഒന്നും അല്ല, ഫ്രണ്ട് വ്യൂവിന്റെയും ടോപ്പ് വ്യൂവിന്റെയും ശരിക്കുള്ള പൊസിഷൻ അല്ല, പക്ഷെ അതിന്റെ ലെങ്ത് കിട്ടും. ആ ലെങ്ത് യൂസ് ചെയ്ത് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ എസെൻഷ്യൽ ഐഡിയ. അപ്പൊ ഞാൻ ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ അത് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്, ലോജിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും സമയം പറഞ്ഞത്. അതായത് നമ്മൾ ഇൻക്ലിനേഷൻ 5ഉം ട്രൂ ലെങ്ത് 100 mm വെച്ച് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ബേസ് ലെങ്ത് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ അത് ഫ്രണ്ട് വ്യൂ ലെങ്ത് ആയിരിക്കും. അത് നമ്മളിവിടെ മാത്തമാറ്റിക്കലി 87 mm കാൽക്കുലേറ്റ് ചെയ്തു. ജോമെട്രിക്കലി വി ആർ എക്സ്പെക്ടഡ് ടു ഗെറ്റ് 87 mm. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ലോജിക്. അപ്പൊ എസെൻഷ്യലി 2 റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, ടോപ്പ് വ്യൂ ലെങ്തും ഫ്രണ്ട് വ്യൂ ലെങ്തും കിട്ടാൻ. ഇനി റിയൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. റിയൽ ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് വിത്ത് ദ സെയിം ഡയമെൻഷൻ ബട്ട് അഡീഷൻ ഓഫ് 2 more pieces of information. അതെന്താ? ഞാൻ പറഞ്ഞല്ലോ, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ പാർട്ടിൽ 5 ഐറ്റം ഉണ്ടാവും. ഇൻഫർമേഷൻ 5 എണ്ണം ആയിരിക്കും. അതിലിപ്പം 3 എണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? അപ്പൊ ഇനി നമ്മൾ റിയൽ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അപ്പൊ റിയൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതിങ്ങനെയായിരിക്കും നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ. ഡ്രോ ദി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. അതിനെ നമുക്ക് ഡിഫറെന്റ് മോഡിഫൈ ചെയ്ത് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. സോ ഡ്രോ ദി പ്രൊജക്ഷൻസ്. ദെൻ ദ നെക്സ്റ്റ് കമന്റ്, എൻഡ് പോയിന്റ് എ. ഇപ്പൊ 3 pieces of information കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ. ഇനി അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റ് ലൊക്കേഷൻ എങ്കിലും, എയോ എൻഡ് പോയിന്റ് ബിയോ, അത് പാർഷ്യലി തരാം. അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആവും. അത് എയുടെ ഒരു ഹാഫ് ഇൻഫർമേഷൻ, ബിയുടെ ഒരു ഹാഫ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എയുടെ കംപ്ലീറ്റ് ആയിട്ട് തരും. എയുടെ എങ്ങനെയാ? ഇന്നലെ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ പറഞ്ഞതുപോലെ. സോ എൻഡ് പോയിന്റ് എ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാകത്തൊക്കെ വണ്ണമാണ് ഞാൻ തരാൻ പോകുന്നത്. എൻഡ് പോയിന്റ് എ ഈസ് 20 mm in front of VP, 20 mm in front of VP, and 15 mm above HP. ഓക്കെ, ഇപ്പൊ എൻ പോയിന്റ് ബി യെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ നമുക്ക് എൻ പോയിന്റ് എ കണ്ടിട്ട് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 15 mm എബോ എച്ച് പി. നമുക്കറിയാലോ എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്ന റീജിയൻ ഏതാ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ എൻ പോയിന്റ് എ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. എൻ പോയിന്റ് ബി എവിടെ വരണമെന്ന് അറിയില്ല. ഇനി അത് എൻ ബി ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നാൽ then we should follow accordingly. ഇപ്പം എൻ പോയിന്റ് ബി ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് തരികയാണെങ്കിൽ അതനുസരിച്ചായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും രണ്ടും എബവ് XY ആയിരിക്കും എന്നൊക്കെയുള്ള ലോജിക്കാണ് നമ്മൾ ഇന്നലെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പൊ അതുപോലെ ഇവിടെ ഇപ്പോ എൻ ബി പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ദെൻ ദ ബോൾ ഈസ് ഇൻ അവർ കോർട്ട്, വി ക്യാൻ ഡിസൈഡ് എൻ പോയിന്റ് ബിയും ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ന് തന്നെ എടുക്കുക. ഏത് ക്വാഡ്രന്റിലാണോ ബിയും അതിൽ തന്നെയാണ് എന്നങ്ങ് എടുക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ദാറ്റ് വിൽ മേക്ക് ദ പ്രോസസ് സിമ്പിൾ. കാരണം നമുക്കത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനിപ്പം ആ ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉണ്ടെന്ന് അങ്ങ് പറയുന്നു. അസ്യൂം ദാറ്റ്, ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഉണ്ടായില്ലെങ്കിൽ വി വിൽ അസ്യൂം ദാറ്റ് ബി ഓൾസോ ലൈസ് ഇൻ ദ സെയിം ക്വാഡ്രന്റ് ഇൻ വിച്ച് ദി അതർ എൻ പോയിന്റ് എ ലൈസ്. സോ അസ്യൂം ദാറ്റ് എൻ പോയിന്റ് എൻഡ് ബി ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്.
ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ബി എ സെക്കൻഡ് ക്വാഡ്രന്റിലാക്കി ട്രൈ ചെയ്തൊക്കെ നോക്കേണ്ടി വരും നമ്മൾ. ഈസ് ഇൻ അങ്ങനെയും ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദ്യം ചോദിക്കാം. ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എൻ പോയിന്റ് ബി. അപ്പൊ ഇപ്പൊ എയും ബിയും ഒരേ ക്വാഡ്രന്റിലായി. വി ഹാവ് നോ ബോദറേഷൻ. കാരണം എയും ബിയും എൻ പോയിന്റ്സ് ഫസ്റ്റ് ക്വാഡ്രന്റിലായ സ്ഥിതിക്ക് കംപ്ലീറ്റ് ലൈനും ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ്. അതുകൊണ്ട് എന്താ, ഇതൊരു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി അബവ് എക്സ് വൈ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഓബ്ജക്റ്റ് എങ്കിൽ ഹിയർ ഓബ്ജക്റ്റ് ഈസ് എ ലൈൻ. അതിന്റെ എൻഡ് ട്രേസ് ചെയ്യും, എൻ പോയിന്റ്സിന്റെ പ്രൊജക്ഷൻസ് ആണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യും. നമുക്കറിയാം സ്മോൾ എയും സ്മോൾ ബിയും കണ്ടുപിടിക്കും. ക്യാപിറ്റൽ എ ബി ആണ് ലൈനിന്റെ നെയിം. അതുകൊണ്ടാണ് നമ്മൾ സ്മോൾ എ സ്മോൾ ബി, എ ഡാഷ് സ്മോൾ എ ഡാഷ് സ്മോൾ ബി ഡാഷ്, ടോപ്പ് വ്യൂ പോയിന്റ്സ് ആൻഡ് ഫ്രണ്ട് വ്യൂ പോയിന്റ്സ്, പ്ലാൻ പോയിന്റ്സ് ആൻഡ് എലിവേഷൻ പോയിന്റ്സ് വിൽ ട്രൈ ടു ലൊക്കേറ്റ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന, എൻ പോയിന്റ് എയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട് ഇവിടെ, എൻ പോയിന്റ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന ഡേറ്റ അങ്ങോട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് അങ്ങ് തുടങ്ങും. ഇപ്പം എൻ പോയിന്റ്, ഒരു എൻ പോയിന്റ് എന്തായാലും ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാ ഇതിൽ നിന്ന് നമുക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ആദ്യം ഇവിടെ എഴുതാം. എൻ പോയിന്റ് എ 20 mm in front of VP. In front of VP. അതെ, ഒരു ഇൻഫർമേഷൻ ആയി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും എന്നുള്ളത് നമുക്ക് അത് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന്. 20 mm in front of VP means what? എൻ പോയിന്റ് എ VPയുടെ റെഫറൻസ് ആണ്. VPയുടെ റെഫറൻസ് ആയതുകൊണ്ട് അത് ടോപ്പ് വ്യൂവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. സോ ടോപ്പ് വ്യൂവിനെ കുറിച്ച് ഉള്ളൊരു ഇൻഫർമേഷൻ ആണ് അത്. സോ ടോപ്പ് വ്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ, എൻ പോയിന്റ് എ അല്ലേ. അപ്പോ സ്മോൾ ലെറ്റർ എ. സോ ടോപ്പ് വ്യൂ, സോ ടോപ്പ് വ്യൂ സ്മോൾ എ ഈസ് 20 mm. ദെൻ ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പം നമ്മളത് എക്സ് വൈക്ക് മുകളിലേക്കാണോ എടുക്കുന്നത് താഴേക്കാണോ എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഇൻ ഫ്രണ്ട് ഓഫ് വി പി അത് കാറ്റഗറിയില്ല, ബിലോ എക്സ് വൈ. സോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി, സോ ദിസ് ഈസ് 20 mm ബിലോ എക്സ് വൈ. സീ ദ ലോജിക്. ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഐഡിയ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്. എൻ പോയിന്റ് എ ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് കൺക്ലൂഡ് ദാറ്റ് ദ പ്ലാൻ പോയിന്റ് ഓർ ദ ടോപ്പ് വ്യൂ ഓഫ് ദ എൻഡ് പോയിന്റ് ക്യാപിറ്റൽ എ, ആക്ച്വൽ പോയിന്റ്, ദാറ്റ് ഇസ് ആക്ച്വൽ പോയിന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ. ഇറ്റ്സ് ടോപ്പ് വ്യൂ വിൽ ബി 20 mm ബിലോ എക്സ് വൈ. ഓക്കെ, സോ ഇതാണ് ഐഡിയ എന്ന് മനസ്സിലാവണം. അങ്ങനെ ഓരോ ഇൻഫർമേഷനിൽ നിന്ന് കിട്ടുന്നത് എല്ലാം കൂടെ നമ്മളൊന്ന് പ്രോപ്പർ ആയിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ പ്രൊജക്ഷൻ വിൽ ബി കംപ്ലീറ്റ് അലോങ് വിത്ത് ഞാൻ ഈ പറഞ്ഞ ലോജിക് കൺസ്ട്രക്ഷൻ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ജോമെട്രിക്കലി. ഓക്കെ, സോ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി പറഞ്ഞു. ദ നെക്സ്റ്റ് ഐഡിയ ഈസ് 15 mm എബവ് എച്ച് പി. അതേതാണ്, എൻ പോയിന്റ് എ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലാതെ ബി യെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ല. എൻ പോയിന്റ് എ, ഓക്കെ, എയുടെ ഇൻഫർമേഷൻ എയും എ ഡാഷ് ലൊക്കേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഐഡിയ ക്വസ്റ്റ്യനിൽ ഉണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. സോ ഹൗ ഡു യു മാർക്ക് ദാറ്റ്? 15 mm എൻ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആണ് പറഞ്ഞിരിക്കുന്നത്, എബോ എച്ച് പി എന്ന. എച്ച് പിയുടെ റെഫറൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യാനാണ്. ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യാൻ സോ ഒരു ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യാണത്. അപ്പൊ അത് ഫ്രണ്ട് വ്യൂവിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. സോ എ ഡാഷ് എന്നുള്ളത് എ ഡാഷ്, so that is front view is 15 mm. ഇനി എവിടെയാ, എബവ് എച്ച് പി. ഇന്നലെ നമ്മൾ കൺക്ലൂഡ് ചെയ്തിരുന്നു. എബവ് എച്ച് പി എന്ന് തന്നാൽ that you have to mark above xy. Okay, with reference to HP or above HP എന്നൊക്കെ ആയതുകൊണ്ട് that distance should be utilized to mark the front view. അപ്പൊ അതിപ്പോ എൻ പോയിന്റ് ക്യാപിറ്റൽ എയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് സ്മോൾ എ വിത്ത് എ ഡാഷ് ആണ്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ലോജിക്. ഈ രണ്ട് ഇപ്പൊ എയും എ ഡാഷും ലൊക്കേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇനി എന്താ, വാട്ട് എൽസ് ഈസ് ദർ? ഇനിയിപ്പോ ഇത് ഓരോന്ന് നമ്മളിപ്പം ഇൻഫർമേഷൻ ഏതൊക്കെയാണെന്ന് നോക്കിയാ, ദ ഫസ്റ്റ് വൺ, ആദ്യത്തെ ഇൻഫർമേഷൻ ഇതാണ് 1. ഓക്കെ, ദെൻ സെക്കൻഡ് ഈസ് ദിസ്. ഇപ്പൊ എയും എ ഡാഷും ലൊക്കേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്താ, വാട്ട് നെക്സ്റ്റ്? അത് കഴിഞ്ഞ് വരേണ്ടത് നമ്മുടെ ഇൻക്ലിനേഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻക്ലിനേഷൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വൽ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ടു ബി 45 ഡിഗ്രി. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ, അതേ വാല്യൂ തന്നെയാണ് തന്നിരിക്കുന്നത്. തീറ്റ ഇസ് 45 ആൻഡ് ദെൻ ആംഗിൾ ഫൈ, ഇൻക്ലിനേഷൻ ഫൈ എത്രയാണെന്നുള്ളതാണ് അടുത്തത്. ഫൈയും
നേരത്തെ യൂസ് ചെയ്ത അതേ വാല്യൂ 5 വിത്ത് വാട്ട് ഈസ് ദാറ്റ് VP inclination, actual inclination of the line AB with the vertical reference plane, that is 30 degree. ഓക്കെ, അപ്പൊ അടുത്ത രണ്ട് ഇൻഫർമേഷനും കൂടെ റെഡിയായി. പിന്നെ ഇനി എന്താ തന്നിട്ടുള്ളത്? ആക്ച്വൽ ലെങ്ത്. വാട്ട് ഈസ് ദാറ്റ്? AB, ദാറ്റ് ഈസ് ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ, ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ. അത് നമുക്ക് ഇത് മൂന്നും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഈ ഇൻഫർമേഷൻ AB ട്രൂ ലെങ്ത് ദാറ്റ് ഈസ് 100 mm. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ അടുത്ത 3 ഇൻഫർമേഷൻ. ഓക്കെ, ഈ 3 pieces of information ഇതും along with the end point information അതോടെ ചേർന്നുകൊണ്ട് ടോട്ടൽ 5 ആയി. സോ ദിസ് ഈസ് 3, this one is 4 and this is 5. So total 5 pieces of information. So we will be, or we should be in a position to complete the projection in the proper way എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഒബ്ലിക് ലൈൻ ആണ്, കാരണം ഇൻക്ലിനേഷൻ വിത്ത് ബോത്ത് HP ആൻഡ് VP, ആക്ച്വൽ ഇൻക്ലിനേഷൻസ് ആർ ഗിവൺ. ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് 100 mm. അപ്പൊ ഇനി നമ്മൾ റൈറ്റ് ട്രയാങ്കിളും ലോജിക്കും എല്ലാം പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ശരിക്കും ഒരു 15 minutesൽ നമുക്ക് ഇതിന്റെ ലോജിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ദെൻ സെയിം ലോജിക് വിൽ അപ്ലൈ ഫോർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. പക്ഷെ പ്രശ്നം ഇവിടെ ഈ ലൈൻ ഏത് ക്വാഡ്രന്റിലാണ്, ഡിഫറെന്റ് ക്വാഡ്രന്റ്സിൽ വരാം. അപ്പൊ ഈ റിലേറ്റീവ് പൊസിഷൻസ് ഞാൻ ഈ പറയുന്ന ഒരിക്കലും എപ്പോഴും നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. A' അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എപ്പോഴും XYക്ക് മേളിലായിരിക്കും, ടോപ്പ് വ്യൂ ബിലോ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളിപ്പോ കംപ്ലീറ്റ് ടോപ്പ് വ്യൂ സ്മോൾ AB വിൽ ബി ബിലോ XY ആൻഡ് ഫ്രണ്ട് വ്യൂ A' B' വിൽ ബി എബോ XY എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇവിടെ പറയാൻ പറ്റും. കാരണം ദ ലൈൻ entire line is situated in the first quadrant. Karanam from the given information, endpoint A 15 mm above HP and 20 mm in front of VP means that is in the first quadrant. And now assume that the endpoint B is also in the first quadrant and the question ilundu. Appo adonde complete line is in the first quadrant. Okay, appo ivide oru confusion illa, oru uncertainty illa, namakku onnum guess cheyenda karyavum illa. Appo njan idu ipo paranja idea vechu mumbottu kondupovana. 20 mm below XY എടുത്ത് A ലൊക്കേറ്റ് ചെയ്യും. ഓൺ ദ സെയിം വെർട്ടിക്കൽ പ്രൊജക്ടർ 15 mm എബോ XY എടുത്ത് A' ലൊക്കേറ്റ് ചെയ്യും. അതല്ല നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന്. അപ്പൊ അത് മുതൽ നമുക്ക് ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. കാരണം അവിടെ മിസ്റ്റേക്ക് വന്നാൽ ദ റെസ്റ്റ് വിൽ ബി റോങ് ദെൻ ഓട്ടോമാറ്റിക്കലി. കാരണം പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് നഷ്ടപ്പെടുകയാണ്. സോ വിൽ ഡ്രോ XY ലൈൻ. സീ ദിസ് XY. ഓക്കെ, സോ ഐ ഡ്രോ along XY and don't forget to write XY. ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്തേക്കണം. XY like this, and it's a medium dark reference line, not very faint, കാരണം it's a reference line, very important reference line in orthographic projection, separating the top view and front view, especially in first angle projection and third angle projection. Okay, ഇനി എന്താ വേണ്ട? ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ അങ്ങ് വരയ്ക്കുകയാണ്. വെർട്ടിക്കൽ, കാരണം Aയും A' ഇൻഫർമേഷൻ ഉണ്ട്, Bയും B' അറിയില്ല. അത് കിട്ടുന്നതോടുകൂടി ഈ പ്രോബ്ലം ചെയ്ത് കഴിയും. സോ ഐ എം ഗോയിങ് ടു ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ. ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഒരു 90 ഡിഗ്രി വരച്ചിട്ട് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതുപോലെ ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ അങ്ങ് വരച്ചിട്ടു. ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു XY. ഇനി ഇതിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് Aയും A'. ഓക്കെ, കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, നമുക്ക് മനസ്സിലായി. A is 20 mm below XY, A' is small a', 15 mm above XY. സോ അത് ഓൾറെഡി കൺക്ലൂഡ് ചെയ്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ 15 mm above HP and 20 mm in front of VP എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് 15 and below XY, that is 20. Okay, okay, so dimensioning ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്ന നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഇതിനിടയ്ക്കൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പൊ നമ്മൾ ട്രേസസ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൂടെ ആഡ് ചെയ്ത ട്രേസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ ബാക്ക്വേർഡും മുമ്പിലേക്കും ബാക്കിലേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡയമെൻഷനിലൂടെ കടന്നു പോയാൽ പിന്നെ ഡയമെൻഷൻ അവിടെ എറേസ് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒന്നിലത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഡയമെൻഷൻ എഴുതാതെ അവസാനം അതെല്ലാം കൂടെ ഒരുമിച്ച് മാർക്ക് ചെയ്യാം. പക്ഷെ ഇത്തവണ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഞാൻ തുടക്കത്തിലേ ചെയ്യുന്നു. അത് മാത്രമല്ല ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ട്രേസസ് മാർക്ക് ചെയ്യുന്നില്ല. It is not asked for. Okay, so ഇപ്പൊ ഞാൻ ചെയ്യുന്നത് this point, ഈ പോയിന്റ് ഏതാണ്? What is it? A', and അത് എത്ര ഡിസ്റ്റൻസ്? 15 mm above XY. കാരണം തന്നിട്ടുള്ള എന്താണ്? 15 mm above HP എന്ന്. അതുപോലെ 20 mm in front of VP. 15 mm above XY ആണ് A', 20 mm in front of VP, that is plan point A is 20 mm below XY. Okay, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 20 and this is plan point A.
ഐ മീൻ യു ഷുഡ് നോട്ട് കമ്മിറ്റ് എനി മിസ്റ്റേക്ക് ഇൻ ദിസ്. കാരണം ഇവിടെ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം നഷ്ടപ്പെടും. സോ അതുകൊണ്ട് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഐ എം ഗോയിങ് ടു ഡ്രോ 2 റെഫറൻസ് ലൈൻസ്. ആംഗിൾ ഒക്കെ എടുക്കണ്ടേ, അതുകൊണ്ട് A' ഒരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് വരയ്ക്കുക. XYക്ക് പാരലായിട്ട് റോൾ ആൻഡ് ഡ്രോ സ്കെയിൽ ഉപയോഗിച്ച് ഒരു പാരലൽ ലൈൻ അങ്ങ് വരയ്ക്കുക. എയിലൂടെയും ഒരു പാരലൽ വരച്ചേക്കുക, ലൈറ്റ് ലൈൻസ്. ഇനിയിപ്പോൾ അവസാനം ഡാർക്ക് ആകുന്നത് A', B', സ്മോൾ a b മാത്രം. ഇനി ഞാൻ പറയുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ 2 റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. റൈറ്റ് ട്രയാങ്കിൾ, അപ്പൊ ഇതിൽ ബിയും B' കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം അവസാനിച്ചു. പക്ഷെ അത് കിട്ടാൻ ദാറ്റ്സ് നോട്ട് സോ ഈസി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ റൈറ്റ് ട്രയാങ്കിൾസ് ഇപ്പൊ പറഞ്ഞ 1 റൈറ്റ് ട്രയാങ്കിൾ ഇസ് ദിസ്. എന്താണത്? ഐ മീൻ കണ്ടെയ്നിങ് ദ ട്രൂ ലെങ്ത് 100 mm, അതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് ദ ബേസ് തീറ്റ. അപ്പൊ ടോപ്പ് വ്യൂ ലെങ്ത് ഓട്ടോമാറ്റിക്കലി കിട്ടും, നമുക്ക് ജോമെട്രിക്കലി കിട്ടും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കറിയാം. നമുക്ക് വി ക്യാൻ വെരിഫൈ ദാറ്റ് നൗ. കാരണം ടോപ്പ് വ്യൂ ലെങ്ത് ഇൻ ദിസ് കേസ് ഈസ് 71 mm ആൻഡ് ഫ്രണ്ട് വ്യൂ ലെങ്ത് മസ്റ്റ് ബി 87 mm. നമ്മുടെ കൺസ്ട്രക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് അറിയാം. പക്ഷെ ജോമെട്രിക്കലി നമുക്ക് കിട്ടണം. സോ എസെൻഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി ആർ ഗോയിങ് ടു ഡ്രോ 2 റൈറ്റ് ട്രയാങ്കിൾസ്, വൺ ഇൻ ദ ടോപ്പ് വ്യൂ റീജിയൻ ആൻഡ് ദ അതർ വൺ ഇൻ ദ ഫ്രണ്ട് വ്യൂ റീജിയൻ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് കേൾക്കണം. ഏത് റീജിയനിലാണ് വരയ്ക്കുന്നതെന്ന്. ഇപ്പോ in our question now, I mean in the part of the solution now, ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തതിൽ now we can assess the top view region and front view region. എവിടെ ആയിരിക്കും ടോപ്പ് വ്യൂ റീജിയൻ? കാരണം A' ഫ്രണ്ട് വ്യൂവിന്റെ പാർട്ടാണ്. അപ്പൊ ഇതാണ് എബോവ് XY ആണ് ഇപ്പൊ ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ റീജിയൻ. അതുപോലെ ടോപ്പ് വ്യൂ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബിലോ XY അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എബോവും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ബിലോയും ആണ്. സോ ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി എബോ X. അപ്പൊ ടോപ്പ് വ്യൂ റീജിയൻ ആൻഡ് ഫ്രണ്ട് വ്യൂ റീജിയൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ആർ വെൽ ഡിഫൈൻഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എബോ ആൻഡ് ബിലോ എന്ന് പറയാൻ പറ്റില്ല, ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ദെൻ ഇനി എടുക്കേണ്ടത് ഈ ഒരു റൈറ്റ് തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്, യു പ്ലീസ് കൺസിഡർ ദിസ്, ലിസൺ ടു മീ കെയർഫുള്ളി. തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദിസ് റൈറ്റ് ട്രയാങ്കിൾ വാട്ട് ഐ എം ഷോയിങ് ഹിയർ, ദിസ് ഹാസ് ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഫ്രണ്ട് വ്യൂ റീജിയൻ. തീറ്റ എന്ന് പറയുന്നത് HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂ റീജിയനിലാണ്. കാരണം ഇത് തീറ്റയൊക്കെ മാർക്ക് ചെയ്ത് വരുന്ന ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫ്രണ്ട് വ്യൂ റീജിയനിൽ വേണം എടുക്കാൻ. അപ്പൊ ഇനി ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് അങ്ങ് മനസ്സിൽ വെച്ചേക്കുക. തീറ്റ വരുന്ന ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂ റീജിയനിലാണ്. ഇനി മറ്റേ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ, ഫൈ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ, അതെന്താ? ഫ്രണ്ട് വ്യൂ ലെങ്ത്തും ട്രൂ ലെങ്ത്തും ആയിട്ട് ഡീൽ ചെയ്യുന്ന ഫൈ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ ദാറ്റ് ഹാസ് ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ ദ ടോപ്പ് വ്യൂ റീജിയൻ ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി മിസ്റ്റേക്ക് ഇൻ ദിസ്. തീറ്റ ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ തീറ്റ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂ റീജിയനിലാണ്, ഫൈ മാർക്ക് ചെയ്യുന്നത് ടോപ്പ് വ്യൂ റീജിയനിലാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ തീറ്റ തന്നിരിക്കുന്ന ഇൻക്ലിനേഷൻ നോക്കിയേ, ഇൻക്ലിനേഷൻ തീറ്റ ദാറ്റ് ഈസ് 45 ഡിഗ്രി. ഇപ്പൊ ഞാൻ A' പ്രൊട്രാക്ടർ വെച്ച് A' ഫ്രണ്ട് വ്യൂ റീജിയൻ ഞാൻ അവിടെ 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. സി ദിസ് ഇസ് എ 45 ഡിഗ്രി ലൈൻ. ഓക്കെ, പ്രൊട്രാക്ടർ വെച്ച് ഒരു 45 ഡിഗ്രി ലൈൻ വരച്ചു. ആൻഡ് ദെൻ സി ഐ ഡയമെൻഷൻ ഇറ്റ്. അപ്പം this one, and you have to write for the examiner, you have to write each and every point very clearly. So clearly you should write theta is equal to theta node എഴുതിയിട്ടേ ചെയ്യാവുള്ളൂ for clarity. So theta is equal to 45 degree. And എന്നിട്ട് അതിൽ എന്താ മാർക്ക് ചെയ്യുന്ന, we are going to mark the true length. അത് ഞാനിപ്പോൾ ഇവിടെ ഡയമെൻഷൻ ചെയ്യാതെ തന്നെ അവിടെ എഴുതി വെക്കുക. along that line ഇതുപോലെ ഒന്ന് എഴുതി വെക്കുന്നു. ഇത് ട്രൂ ലെങ്ത്, ഇത് A', B' അല്ല, ഇത് ട്രൂ ലെങ്ത്. തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ പ്ലാൻ ലെങ്ത് അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടാൻ വേണ്ടി മാത്രം. സോ ദിസ് ഈസ് TL, എന്താണ് TLAB. എത്രയത് TLAB എത്രയാണ് എടുക്കേണ്ടത്? 100. ഓക്കെ, സോ 100 എടുത്തു. ദെൻ ഇവിടെ ഏതുവരെയാണോ എടുക്കുന്നത്, സപ്പോസ് ഇതുവരെ വന്നു എന്ന് കരുതുക. സി ദിസ് മച്ച്, ഇവിടെ ഇതുവരെ വന്നു എന്ന് കരുതുക, ദിസ് പോയിന്റ്. ആൻഡ് ആ പോയിന്റിനെ B' എന്ന് പറഞ്ഞു കളയരുത്. ദാറ്റ് ഈസ് നോട്ട് B', അത് വരില്ല. ട്രൂ ലെങ്ത് അറിയാലോ. ഈ ഒരു കേസിൽ ഞാൻ തുടക്കത്തിലെ പറയാത്തൊരു കാര്യമുണ്ട്. ടോപ്പ് വ്യൂ ലെങ്ത് ഫോർ ആൻ ഒബ്ലിക് ലൈൻ, ഇതുപോലെ ഒരു ഒബ്ലിക് ലൈനിൽ ടോപ്പ് വ്യൂ ലെങ്തും ഫ്രണ്ട് വ്യൂ ലെങ്തും ദാറ്റ് വിൽ നെവർ ബി ഈക്വൽ ടു ദ ട്രൂ ലെങ്ത്. ഓക്കെ, ടോപ്പ് വ്യൂ ലെങ്തും ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്ന് വെച്ചാൽ അപ്പാരന്റ് ലെങ്ത് ദാറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ലെങ്ത്, എപ്പോഴും കുറവായിരിക്കും. ട്രൂ ലെങ്ത് ഏറ്റവും കൂടുതൽ, മാക്സിമം. ഓക്കെ, സോ ദ ഗ്രേറ്റസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രൂ ലെങ്ത് ആണ്. ടോപ്പ് വ്യൂ ലെങ്തും ഫ്രണ്ട് വ്യൂ ലെങ്തും ട്രൂ ലെങ്തിന് ഈക്വൽ ആവില്ല, ട്രൂ ലെങ്തിനേക്കാളും കുറയും ബിക്കോസ് ഓഫ് ദ ഇൻക്ലിനേഷൻസ്. അപ്പൊ പിന്നെ ടോപ്പ് വ്യൂ ലെങ്തും ഫ്രണ്ട് വ്യൂ ലെങ്തും ട്രൂ ലെങ്തിന് ഈക്വൽ ആകാമോ എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് യെസ്, ആകാം. എപ്പോഴാന്ന് വെച്ചാൽ വെൻ ദ ഇൻക്ലിനേഷൻസ് ബിക്കം 0, തീറ്റ ഇസ് 0, ഫൈ ഇസ് 0.
ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി ആൻഡ് വി പി രണ്ടും 0 ആണെങ്കിൽ, ഇൻക്ലിനേഷൻ 0 എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? ആ ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും പാരലൽ ആകുമ്പോൾ, ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനിലും പാരലൽ ആകുമ്പോൾ ദാറ്റ് വിൽ ഹാപ്പൻ. സി സപ്പോസ് you have the line AB parallel to both HP and VP. See, this is your VP and നമ്മുടെ HP എന്ന് പറയുന്നത് HP is this, okay, HP is this and VP is this one. AB ഇതാണ്, small AB means, see, small AB, it's here up to this, and A dash B dash is this. See, what is special about this line? ഇതൊരു സ്പെഷ്യൽ ലൈൻ, a line which is parallel to both HP and VP. അപ്പൊ ഈ കേസിലുള്ള പ്രത്യേകത എന്താ? Your AB will be equal to A dash B dash and that will be equal to actual AB. So that is your top view length is equal to front view length and that is equal to true length. When does it happen? ഇത് എപ്പോഴാ സംഭവിക്കുന്നത്? when AB is parallel to both HP and VP. അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ എന്തിനാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് എന്ന് പറയുന്ന, അത് കിട്ടുന്ന പ്രൊജക്ഷൻ ഓഫ് പ്ലെയിനിന് പാരലൽ ആയിരിക്കണം ആ ഗിവൺ ലൈൻ. എന്ന് വെച്ചാൽ വി പിയിലെ പ്രൊജക്ഷൻ ആണ് ഫ്രണ്ട് വ്യൂ. അപ്പൊ വി പിയിൽ ട്രൂ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, വി പിയിൽ അതായത് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ദ ലൈൻ മസ്റ്റ് ബി പാരലൽ ടു വി പി. അതുപോലെ ഒരു ലൈനിന്റെ ട്രൂ ലെങ്ത് ടോപ്പ് വ്യൂവിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ? ദ ലൈൻ മസ്റ്റ് ബി പാരലൽ ടു എച്ച് പി. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? in these cases നമ്മുടെ important conclusion എന്ന് പറയുന്നത് your both theta and phi, theta is equal to 0 degree and phi parallel to both HP and VP. Inclination ഇല്ല. This is also 0 degree. So cos 0, cos അറിയാലോ, top view length is true length times cos theta. So theta is 0, cos 0 is not 0, cos 0 is 1. So then true length is നമ്മുടെ your formula also will hold good. കാരണം എന്താ? ടോപ്പ് വ്യൂ ലെങ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ, ടോപ്പ് വ്യൂ ലെങ്ത് ഇസ് ഈക്വൽ ടു, ഇത് മനസ്സിൽ വെച്ചേക്കുക ആഫ്റ്റർ ദിസ് ക്ലാസ്, ട്രൂ ലെങ്ത് ഇൻ ടു കോസ് തീറ്റ. സോ ട്രൂ ലെങ്ത് ഇൻ ടു കോസ് തീറ്റ. സോ ടോപ്പ് വ്യൂ ലെങ്ത് ഡെഫിനറ്റ്ലി, ടോപ്പ് വ്യൂ ലെങ്ത് ഇസ് ട്രൂ ലെങ്ത് ഇറ്റ് സെൽഫ്. കാരണം എന്താ? കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 0 is 1. ഓക്കെ, സോ സിമിലർലി യുവർ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ദ സെയിം സ്റ്റോറി വിൽ റിപ്പീറ്റ് ഫോർ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഓൾസോ. സോ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഇസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ടൈംസ് എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ട്രൂ ലെങ്ത് ടൈംസ് കോസ് 5 ആൻഡ് ട്രൂ ലെങ്ത് ടൈംസ് കോസ് 5. ഇവിടെ അറിയാലോ, ഫ്രണ്ട് കോസ് 5 is cos 0. So 5 is also 0. So cos 5 is equal to cos 0 degree. That is equal to 1. അപ്പൊ നമ്മുടെ ലോജിക്കിന് ഒരു മാറ്റവും ഇല്ല, പക്ഷെ തീറ്റയും ഫൈയും 0 ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആകാം, മറ്റേത് ഇൻക്ലിനേഷൻ വരികയും ചെയ്യാം. അതാണ് മറ്റൊരു കേസ്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, സിംഗിൾ ഇൻക്ലൈൻഡ് ലൈൻസ്, ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, ആൻഡ് ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. അങ്ങനെ ഒന്നിന് ഇൻക്ലൈൻഡും മറ്റേതിന് പാരലൽ. അപ്പൊ ഒരു പ്രൊജക്ഷനിൽ ട്രൂ ലെങ്ത് കിട്ടും. ഇവിടത്തെ പ്രത്യേകത എന്താ? രണ്ട് പ്രൊജക്ഷനിലും ട്രൂ ലെങ്ത് ആണ്. ഇത് സച്ച് എ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊജക്ഷൻ വരച്ചാല് ഇതിന്റെ പ്രൊജക്ഷൻ നിങ്ങളിപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ, കാരണം മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മളിപ്പോ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ദിസ് ആർ ഓൾ സബ്സ്റ്റാൻഡേർഡ് സിമ്പിൾ കേസസ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് നിങ്ങളുടെ XY ലൈൻ ആണെങ്കിൽ, ദിസ് ഈസ് XY. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? സോ വിൽ ഡ്രോ XY ലൈൻ ആൻഡ് നിങ്ങളുടെ പ്രൊജക്ഷൻ വരുന്നത്, അത് ഡിസ്റ്റൻസ് ഒന്നും ഞാൻ ഇവിടെ വെച്ച് മാർക്ക് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ട്രൂ ലെങ്ത് വരയ്ക്കാറില്ലല്ലോ. വാട്ട് വി ഡ്രോ ഈസ് ഓൺലി ദ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ലെങ്ത്, അത്രേ ഉള്ളൂ. നമ്മൾ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ ലെങ്ത്തും മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ആ പ്രൊജക്ഷൻസ് എങ്ങനെ വരുമെന്ന് മാത്രമാണ് ഞാൻ ഈ കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ യുവർ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ സോ വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് പ്രൊജക്ട് താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ സംവാട്ട് ലൈക്ക് ദിസ്. രണ്ടും XYക്ക് പാരലൽ ആയിട്ട് തന്നെ ഇങ്ങനെ വരും. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് A dash B dash. ഞാൻ കാരണം ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ് ഞാൻ അസ്യൂം ചെയ്തത്, നമ്മുടെ ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ ആൻഡ് ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ബോത്ത് ആർ ഈക്വൽ ഇൻ ലെങ്ത്.
and that each one of this is equal to true length. Theta is 0, phi is 0, line is parallel to both HP and VP. This is an exceptional case. പക്ഷേ ഈ കേസിൽ എന്തിനാ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ none of the views are going to give you the true length. ഇതിലൊന്നും ടോപ്പ് വ്യൂവും തരില്ല, ഫ്രണ്ട് വ്യൂവും ട്രൂ ലെങ്ത് തരില്ല, കാരണം രണ്ടും ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, രണ്ടും ഇൻക്ലൈൻഡ്. എത്രയാണ് കുറഞ്ഞ ലെങ്ത് കിട്ടുമെന്നും കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നോക്കുക, ഒരു രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഒന്ന് ടോപ്പ് വ്യൂ റീജിയനിലും മറ്റേത് ഫ്രണ്ട് വ്യൂ റീജിയനിലും. സോ ടോപ്പ് വ്യൂ റീജിയനിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ ഫൈ ഇൻവോൾവ് ചെയ്യുന്ന ട്രയാങ്കിളും, ഫ്രണ്ട് വ്യൂ റീജിയനിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ. അത് മാറിപ്പോകരുത് എപ്പോഴും, കാരണം ടോപ്പ് വ്യൂ റീജിയൻ എന്ന് പറഞ്ഞാൽ അത് എക്സ് വൈക്ക് എബോവ് ആൻഡ് ബിലോ എവിടെ വേണമെങ്കിലും വരാം. പക്ഷേ ഈ തീറ്റയും ഫൈയും നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ കാര്യം നമ്മൾ വളരെ ഫിക്സ്ഡ് ആണ്. കാരണം ഫ്രണ്ട് വ്യൂ റീജിയനിൽ തീറ്റ, ടോപ്പ് വ്യൂ റീജിയനിൽ ഫൈ, അത് വരുന്ന റൈറ്റ് ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഞാൻ വരച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ട്രൂ ലെങ്ത് AB 100 mm, then we drop a perpendicular. ഇപ്പൊ അവിടെ നിന്ന് ഞാനിപ്പോ താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. See this one, പെർപെൻഡിക്കുലർ 100 mm വരച്ചിട്ട്, പക്ഷെ ആ പോയിന്റിനെ ഞാൻ 100 mm മാർക്ക് ചെയ്തിട്ട് 45 ഡിഗ്രി ലൈനിൽ 100 mm മാർക്ക് ചെയ്തു. അതിന് ആ എൻഡിനെ എനിക്കിങ്ങനെ B' എന്ന് നെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഫ്രണ്ട് വ്യൂ റീജിയനിലെ പോയിന്റ് ആയതുകൊണ്ട് വി വിൽ ഗീവ് സം അതർ നൊട്ടേഷൻ B1'. B' അല്ല, B' കിട്ടുകയാണെങ്കിൽ സ്റ്റോറി ഈസ് ഓവർ. എന്നിട്ട് ആ B1' ഒരു ഹൊറിസോണ്ടൽ വരച്ചിടുക. ലേറ്റർ ഓൺ നമ്മളെ B' അതിൽ വരും. ആ ലോജിക്കൊക്കെ ഞാൻ പറയാം. പക്ഷെ ഫോർ ടൈം ബീങ് ഈ B1' കിട്ടിയിട്ട് അവിടെ ഒരു ഹൊറിസോണ്ടലും കൂടെ വരച്ചിട്ടേക്കുക ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്കിപ്പോ കിട്ടിയത് സോ വി ഗോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. സി ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ്, എന്ന് പറഞ്ഞാൽ എന്താ? സി ദിസ്, ദ ബേസ് ഈസ് റെപ്രസെന്റിങ് ഇവിടെ ഇത് നമുക്ക് എക്സാമിനറിനെ കാണിച്ചു കൊടുക്കണം. ദാറ്റ് ദിസ് ലെങ്ത് ഈസ്, ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്നത് ഈ ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണം. ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചത് വഴി നമുക്ക് കിട്ടിയത് ടോപ്പ് വ്യൂ ലെങ്ത് ആണ്. സോ ടോപ്പ് വ്യൂ ലെങ്ത് വാട്ട്? സ്മോൾ AB. ടോപ്പ് വ്യൂ ലെങ്ത് ആണത്. ടോപ്പ് വ്യൂ കറക്റ്റ് എയും ബിയും ആണെന്നല്ല, അതിന്റെ ലെങ്ത് നമുക്ക് കിട്ടി. അത് കിട്ടിയത് ഫ്രണ്ട് വ്യൂ റീജിയനിലാണ്. മാർക്ക് ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ റീജിയനിൽ കൊണ്ടുപോയിട്ട് പ്രൊജക്ട് ചെയ്ത് കൊണ്ടുപോയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ? അത് നമ്മൾ നേരെ താഴേക്ക് ഈ B1' ഇതുവരെ കൊണ്ടുവന്നിട്ട് A' ഉള്ള ഹൊറിസോണ്ടൽ വരെയാണ് ഇതുവരെ വന്നത്. അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് പ്രൊസീഡ് ചെയ്യുക. എയിലൂടെയുള്ള മറ്റേ എൻഡിൽ കൊണ്ടുപോകുക എന്ന് വെച്ചാൽ A' എന്നാണ് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ തുടങ്ങിയതെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ വരച്ചതിന് ശേഷം ആ ബേസ് ലെങ്തിനെ പ്രൊജക്ട് ചെയ്ത് ഏതുവരെ കൊണ്ടുപോവുക? എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുപോവുക. എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ എന്ന് പറഞ്ഞാൽ ദിസ് പോയിന്റ്. അതിനെന്ത് നെയിം ചെയ്യും? ഇവിടെ B1' ആണെങ്കിൽ ഇവിടെ നമ്മൾ B1 എന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ താഴേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പോണേ. ഈ AB1 ഇവിടെ ഞാനിപ്പോ മാർക്ക് ചെയ്യാണ്. AB1 എന്ന് പറഞ്ഞാൽ എത്ര ലെങ്താ? AB1 is equal to, അത് എവിടെ നിന്ന് കിട്ടിയതാ? ഈ AB1 കണ്ടല്ലോ. ബൈ കൺസ്ട്രക്ഷൻ ദിസ് AB1 is equal to this top view length തന്നെയാ. സോ ദിസ് ഈസ് ഈക്വൽ ടു, വെരി ഇമ്പോർട്ടന്റ്, ദിസ് ഈസ് ഈക്വൽ ടു ടോപ്പ് വ്യൂ ലെങ്ത് വിച്ച് വി ഗോട്ട് ജോമെട്രിക്കലി. ടോപ്പ് വ്യൂ ലെങ്ത് ഓഫ് സ്മോൾ AB ആണ് അത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ്. അത് നമ്മൾ അവിടെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവച്ചു. ഇതുപോലൊരു കൺസ്ട്രക്ഷൻ അടുത്ത സൈഡിൽ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത സൈഡ് ഏതാ? ഇപ്പൊ നമ്മൾ ഫ്രണ്ട് വ്യൂ റീജിയനിൽ തീറ്റ കൺസ്ട്രക്ട് ചെയ്തു. അതുപോലെ മറ്റൊരു ട്രയാങ്കിളിന്റെ കാര്യം പറഞ്ഞു, ആംഗിൾ ഫൈ. അതെന്താണ്? വീണ്ടും ഹൈപ്പോട്ടന്യൂസ് 100 mm, ഇൻക്ലിനേഷൻ ഫൈ എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത് 30 ഡിഗ്രി. ഫൈ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 30 ഡിഗ്രിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അതെവിടെയാ വരയ്ക്കണേ? അതെവിടെയാ? ടോപ്പ് വ്യൂ റീജിയനിൽ. ഫൈ വരുന്നത് ടോപ്പ് വ്യൂ റീജിയനിൽ, തീറ്റ വരുന്നത് ഓൾറെഡി നമ്മൾ ചെയ്തു. അപ്പൊ ഈ ഫൈ അതിന്റെ ലൊക്കേഷൻ ഇനിയിപ്പോ എനിക്കിപ്പോ ഇവിടെ ഒരു ഡൗട്ട്, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണമെന്ന് പറഞ്ഞു. ആ റൈറ്റ് ട്രയാങ്കിൾ ഞാൻ എന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് താഴേക്ക് വരയ്ക്കണോ മേളിലേക്ക് വരയ്ക്കണമെന്ന്? സി ദാറ്റ് ക്യാൻ ബി ആൻസേർഡ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എൻ പോയിന്റ് ബി സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ രണ്ട് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും സ്മോൾ ബിയും B' എൻ പോയിന്റ് ബിയുടെ അത് എബോവ് XY വന്നേനെ. അങ്ങനെ കേസാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ താഴത്തെ ഫ്രണ്ട് വ്യൂ റീജിയനിൽ ടോപ്പ് വ്യൂ റീജിയനിൽ വരയ്ക്കേണ്ട ഫൈ ഇൻവോൾവ് ആയിട്ടുള്ള ഫൈ മാർക്ക് ചെയ്യേണ്ട ആ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ മേളിലേക്ക് എടുത്തേനെ ഓറിയന്റേഷൻ. പക്ഷെ ഇത്തവണ നോ ബോദറേഷൻ, കാരണം കംപ്ലീറ്റ് ടോപ്പ് വ്യൂ കിട്ടേണ്ട താഴേക്കാണ്. അപ്പൊ താഴേക്ക് തന്നെ ആംഗിൾ എടുക്കുക. See like this. So draw a 30 degree angle here. എവിടെ? സ്മോൾ എയിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ടോപ്പ് വ്യൂ റീജിയനിലാണ് ആംഗിൾ ഫൈ, ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് VP. അത് മാർക്ക് ചെയ്യാൻ പോവാണ് ട്രൂ ഇൻക്ലിനേഷൻ. സോ വിൽ ഡ്രോ, ഐ എം ഗോയിങ് ടു ഡ്രോ ദാറ്റ് വൺ നൗ. സീ ദിസ്. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് ഇവിടുന്ന് ഒരു ലൈൻ ഇതുപോലെ വരച്ചു. എത്രയാണ് ലെങ്ത്? സി ദാറ്റ് ഈസ് ദിസ് ആംഗിൾ. ലെങ്ത് ഈസ് 100 ആൻഡ് ദ ആംഗിൾ ഈസ്, ആംഗിൾ ആദ്യം മാർക്ക് ചെയ്യുന്നു.
angle phi is equal to actual inclination of the line with VP, that is 30 degree. ഇനി ഇതില് എത്രയാ വരേണ്ടത്? This is the true length which is incidentally എന്താണ് AB, actual AB അത് എത്രയാ? 100 mm. 100 മാർക്ക് ചെയ്യുന്നു. 100 മാർക്ക് ചെയ്ത് കിട്ടി എനിക്കൊരു പോയിന്റ് ഇവിടെ കിട്ടും. കുറച്ചുകൂടെ ലെങ്ത് വരും, കാരണം സ്റ്റീപ്പ് അല്ല ആംഗിൾ 30 ഡിഗ്രി. സോ ലെങ്ത് കുറെ കൂടെ കൂടുതലാണ് നമുക്കറിയാം. 86 mm, that is the top view length. 86 mm, that is the front view length. നമുക്കറിയാം. ടോപ്പ് വ്യൂ ലെങ്ത് 71 mm. ഓക്കെ, സോ ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്ന ഇതിന്റെ ഒരു എൻഡ് കിട്ടി. ആ എൻഡ് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ 2 പോയിന്റ്, ഇവിടെ ഒരു B1' എന്നും അത് ടോപ്പ് വ്യൂ റീജിയനിൽ പ്രൊജക്ട് ചെയ്ത് താഴെ കൊണ്ടുവന്നത് B1 എന്നും കൊടുത്തു. പക്ഷെ ഇവിടെ അപ്പം തിരിച്ച് B1 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സം അതർ പോയിന്റ്, ഇത് ടോപ്പ് വ്യൂ റീജിയനിലായതുകൊണ്ട് അതിന് വേറൊരു പേര് കൊടുക്കുന്നു. what is that? B2'. സോറി, ടോപ്പ് വ്യൂ റീജിയനിലായതുകൊണ്ട് B2 ഡാഷ് കൊടുക്കുന്നത് ഫ്രണ്ട് വ്യൂ റീജിയനിലാണ്, വിതൗട്ട് ഡാഷ് കൊടുക്കുക. B1 എന്ന് കൊടുക്കാത്തത് ഈസ് ഓൾറെഡി റിസർവ്ഡ്. അവിടെ അത് B1 ഡാഷും B1 ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ സം അതർ പോയിന്റ്, സേ B2. ഇനി എന്താ ചെയ്യുക? ഈ B2 എന്ന് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, ദീസ് ആർ ഓൾ സിമ്പിൾ തിങ്സ്. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ റൈറ്റ് ട്രയാംഗിളിന്റെ കാര്യമൊക്കെ കൺസ്ട്രക്ട് ചെയ്തു. സി റൈറ്റ് ട്രയാംഗിൾ അതായത് കംപ്ലീറ്റ് ആയി. ഈ റൈറ്റ് ട്രയാംഗിൾ ഇനി ഇത് ഏതുവരെ പ്രൊജക്ട് ചെയ്യുമെന്ന് അറിയോ? എയിന്ന് തുടങ്ങിയത് കൊണ്ട്, റൈറ്റ് ട്രയാംഗിൾ തുടങ്ങിയ എയിന്ന് ആയതുകൊണ്ട് ഈ കിട്ടുന്ന ആ ലെങ്ത്, ആ ബേസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? ഇത്രയും. അതിവിടെ ഞാൻ മാർക്ക് ചെയ്യുക ആദ്യം, സോ ദാറ്റ് യുവർ കൺഫ്യൂഷൻ you will not have any confusion then. See this length, ഈ ലെങ്ത് കിട്ടാൻ വേണ്ടിയാണ് ഈ റൈറ്റ് ട്രയാംഗിൾ വരച്ചത്. ആൻഡ് വാട്ട് ഈസ് ദിസ് ലെങ്ത്? ട്രൂ ലെങ്ത് ടൈംസ് cos phi. ആ ബേസ് ലെങ്ത് എത്രയത്? ഫ്രണ്ട് വ്യൂ ലെങ്ത് ആണത്. സോ ഫ്രണ്ട് വ്യൂ ലെങ്ത് A', B'. ഫ്രണ്ട് വ്യൂവിന്റെ പൊസിഷൻ അതൊന്നല്ല, അതിന്റെ ലെങ്ത് ഇതാണ്. അത് ഏതുവരെ പ്രൊജക്ട് ചെയ്യും? B2 എന്ന് തുടങ്ങി, നമ്മൾ എവിടെന്ന B2 എന്ന് തുടങ്ങി നേരെ വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്ത്, കാരണം ഈ ലെങ്ത് ഫ്രണ്ട് വ്യൂ ലെങ്ത് ആണ്. ഇപ്പൊ നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? ടോപ്പ് വ്യൂ റീജിയനില്ല. അതുകൊണ്ട് അതിനെ ഫ്രണ്ട് വ്യൂ റീജിയനിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഏതുവരെ കൊണ്ടുപോകും? എയിന്ന് ഇവിടെ തുടങ്ങിയത് കൊണ്ട് A'-ലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ. നേരെ തിരിച്ചാ ചെയ്തത്. ഇവിടെ ഫ്രണ്ട് വ്യൂ A'-ന്ന് തുടങ്ങിയപ്പോൾ ഈ ടോപ്പ് വ്യൂ ലെങ്ത് അവിടെ കിട്ടിയിട്ട് അതിനെ പ്രൊജക്ട് ചെയ്ത് ഏതുവരെ കൊണ്ടുവന്നു? എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ. അങ്ങനെയാണ് ഈ AB1 എന്നുള്ളത് ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടിയത്. അതുപോലെ ഇത് നേരെ തിരിച്ച് ടോപ്പ് വ്യൂ റീജിയനിൽ കിട്ടി, ആ ലെങ്തിനെ നമ്മൾ നേരെ മേളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. സി ഇതുപോലെ കൊണ്ടുപോകുന്നു. ആൻഡ് ദെൻ അങ്ങനെ കിട്ടിയിട്ട് ഓക്കെ, സോ ദിസ് ഈസ് ദ ലെങ്ത്. ആ ലെങ്തിനെ നമ്മൾ എന്താ ചെയ്യുക? ഇതാണെന്ന് വെക്കുക. ആൻഡ് ദിസ് ലെങ്ത്, ആ ലെങ്ത് അതിന് നമ്മൾ എന്താ പേര് കൊടുക്കുക? അതിപ്പോ ഫ്രണ്ട് വ്യൂ റീജിയനിൽ വന്നതുകൊണ്ട് B2 എന്നുള്ളതിന് B2' എന്ന് ഇടുക. അപ്പൊ ഇപ്പൊ കിട്ടിയ ലെങ്ത് എന്താണ്? A' B2' എന്ന് നമ്മൾ ഫ്രണ്ട് വ്യൂ റീജിയനിൽ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്നത്, ആ റൈറ്റ് ട്രയാംഗിളിന്റെ ബേസിനെ മേളിലേക്ക് പ്രൊജക്ട് ചെയ്ത് ലെങ്ത് നഷ്ടപ്പെടാതെ കൊണ്ടുവന്നത് A' B2' എന്ന് പറയുന്നത് എന്ത് ലെങ്താ? ഫ്രണ്ട് വ്യൂ ലെങ്ത്. സോ ഫ്രണ്ട് വ്യൂ ലെങ്ത് അതേതാ? ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ A' B'-ന്റെ ലെങ്ത്, ഫൈനൽ 1ന്റെ. അപ്പൊ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുകയാണ് ഫോർ യുവർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ദെൻ ഇനിയിപ്പോ പ്രോബ്ലം ഈസ് ഓൾമോസ്റ്റ് ഓവർ, കഴിഞ്ഞു. കാരണം കിട്ടേണ്ടതും എല്ലാം. ഇനി ഇവിടെ 2 ലോക്കസ് ലൈനും കൂടെ ഞാനൊന്ന് വരച്ചു വെക്കുകയാണ്. കാരണം നേരത്തെ B1' എന്ന് കിട്ടിയെടുത്ത റൈറ്റ് ട്രയാംഗിളിന്റെ ടിപ്പിൽ ഒരു ഹൊറിസോണ്ടൽ വരച്ചിരുന്നു. അതുപോലെ ഇവിടെയും B2 റൈറ്റ് ട്രയാംഗിൾ ടോപ്പ് വ്യൂ റീജിയനിലും അതിലൂടെ ഒരു ഹൊറിസോണ്ടൽ അങ്ങ് വരച്ചിടുക. ഈ ഹൊറിസോണ്ടലിന് ഒരു പ്രസക്തി ഉണ്ട്, ഒന്ന് ഓർത്തേക്കണം. ഈ റൈറ്റ് ട്രയാംഗിള് നമ്മൾ ടോപ്പ് വ്യൂ റീജിയനിൽ ഒരു റൈറ്റ് ട്രയാംഗിൾ വരച്ചു, ആംഗിൾ 30 ഡിഗ്രി ഉള്ളത്. ദെൻ ഫ്രണ്ട് വ്യൂ റീജിയനിൽ തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന ഒരു റൈറ്റ് ട്രയാംഗിൾ വരച്ചു, ദാറ്റ് ഈസ് ദിസ് വൺ. ഈ 2 റൈറ്റ് ട്രയാംഗിളിന് 2 പർപ്പസ് ഉണ്ട്, ഡ്യുവൽ പർപ്പസാ, ഓർക്കണം. തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാംഗിൾ എവിടെയാ വരയ്ക്കുന്നത്? ഫ്രണ്ട് വ്യൂ റീജിയൻ. അതിന് 2 പർപ്പസ്. ഒന്ന്, ടോപ്പ് വ്യൂ, അതിന്റെ ബേസ് ലെങ്ത് ടോപ്പ് വ്യൂ ലെങ്ത് ആയിരിക്കും. ആൻഡ് ദെൻ ദ സെക്കൻഡ് വൺ ഈസ് അതിന്റെ ടിപ്പ് ഉണ്ടല്ലോ, റൈറ്റ് ട്രയാംഗിൾ നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്യിപ്പിക്കുന്നത്, ആ ടിപ്പിലൂടെ ഒരു ഹൊറിസോണ്ടൽ വരച്ചാൽ that will contain the projection of the other end point. എന്ന് വെച്ചാൽ ഇവിടെ A' എന്നല്ലേ, അപ്പോ B' കിട്ടുന്നത് ഇതിലായിരിക്കും. അപ്പൊ ഇതുകൊണ്ട് 2 പർപ്പസ് ആണ് ഒരു റൈറ്റ് ട്രയാംഗിൾ കൺസ്ട്രക്ഷൻ. ഒന്ന്, ജോമെട്രിക്കലി ടോപ്പ് വ്യൂ ലെങ്തും ഫ്രണ്ട് വ്യൂ ലെങ്തും കിട്ടുക എന്നുള്ളത്, റൈറ്റ് ട്രയാംഗിൾസ് ഓരോന്ന് വീതം ഫ്രണ്ട് വ്യൂ റീജിയനിലും ടോപ്പ് വ്യൂ റീജിയനും വരയ്ക്കുന്നത്. രണ്ടാമത്തത്, വി വിൽ ഗെറ്റ് ലോക്കസ് ഓഫ്, ലോക്കസ് എന്ന് പറഞ്ഞാൽ അതിലായിരിക്കും ഇത് ലൈ ചെയ്യുന്നതെന്നാണ്. സോ ലോക്കസ് ഓഫ്, ലെറ്റ് മീ റൈറ്റ് ഹിയർ, ലോക്കസ് ഓഫ് ഇവിടെ A' എന്ന് തുടങ്ങി വരച്ചതുകൊണ്ട് B' ഫൈനൽ നമുക്ക് ശ്രമിക്കുന്ന B' കിട്ടാനല്ലേ, അതിന്റെ ലോക്കസ് ആയിരിക്കും. അതുപോലെ ടോപ്പ് ഫ്രണ്ട് വ്യൂ റീജിയൻ, സോറി ഇപ്പം ഇവിടെ ഫ്രണ്ട് വ്യൂ റീജിയനിലെ കാര്യമാണ് പറഞ്ഞത്, അപ്പൊ B' കിട്ടാൻ വേണ്ടിയാ. സോ ടോപ്പ് വ്യൂ റീജിയനിൽ
ടോപ്പ് വ്യൂ റീജിയൻ എ ബി, അവിടെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു, ഫ്രണ്ട് വ്യൂ ലെങ്ത് ആണ് കിട്ടിയത്, അത് പ്രൊജക്ട് ചെയ്ത് മേളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണ് എ ഡാഷ് ബി ടു ഡാഷ് ഒക്കെ കിട്ടി. ആൻഡ് ഇവിടെ ഈ റൈറ്റ് ട്രയാങ്കിളിന് രണ്ട് പർപ്പസ് പറഞ്ഞു. ഒന്ന് ഫ്രണ്ട് വ്യൂ ലെങ്ത് കിട്ടുക, രണ്ട് ടിപ്പ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ, ഇവിടെ ഹൈപ്പർന്യൂസിന്റെ എൻഡ് B2 പോകുന്ന ഹൊറിസോണ്ടൽ ലൈൻ, ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ കണ്ടെയ്ൻ ദി അതർ എൻഡ് എന്ന് വെച്ചാൽ എ നിന്നാണ് തുടങ്ങിയത്, അപ്പൊ ബി ഇതിലായിരിക്കണം. അപ്പൊ ലോക്കസ് ഓഫ് ദിസ് ഈസ് ലോക്കസ് ഓഫ് പ്ലാൻ പോയിന്റ് ബി, ആക്ച്വൽ പ്ലാൻ പോയിന്റ് ബി. അപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് രണ്ട് പർപ്പസ്. ഒന്ന് റെസ്പെക്റ്റീവ് അപ്പാരന്റ് ലെങ്ത്, ടോപ്പ് വ്യൂ ലെങ്തോ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഒക്കെ കിട്ടും, അതേത് ട്രയാങ്കിൾ ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ആ ട്രയാങ്കിൾ എവിടെ വരയ്ക്കണമെന്ന് അറിയാം. പക്ഷേ രണ്ടാമത്തെ ലോജിക്ക് ഇപ്പൊ പറഞ്ഞതാണ്, റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പർന്യൂസിന്റെ ടിപ്പ് വരയ്ക്കുന്നത് അതിലായിരിക്കും മറ്റേ എൻഡ് പോയിന്റ്. ഇത്രയും ലോജിക്ക് മാത്രം മതി. ഒന്ന് നോക്കിയേ, ഇതാ ഇവിടെ ഇപ്പോ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഏതുവരെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് നോക്കിയേ. ഫ്രണ്ട് വ്യൂ ലെങ്ത് എ ഡാഷ് B1 dash, A dash, sorry, A dash B2 dash, see this one, I will show this, A dash B2 dash, അതാണ് ഫ്രണ്ട് വ്യൂ ലെങ്ത്. എവിടെ കിട്ടിയതാ? ഈ താഴെ കിട്ടിയ ലെങ്തിനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. ഇനി ബി ഡാഷ് എവിടെ വരണമെന്നാ പറഞ്ഞേ? ഇതില, ഈ ലൈനിലാണ് വരേണ്ടത്. അപ്പൊ കോമ്പസിന്റെ അടുത്ത് എ ഡാഷ് സെന്റർ ആക്കി വെച്ചിട്ട്, സി പ്ലീസ് ലിസൺ ടു മീ കെയർഫുള്ളി, ദ ഫൈനൽ സ്റ്റോറി ഈസ് ദിസ്, എ ഡാഷ് സെന്റർ ആക്കി വെച്ചു, എ ഡാഷ് B2 dash എന്ന് പറയാൻ കാരണം എന്താ, അതൊരു നെയിം ചെയ്തേ ഉള്ളൂ. ഫ്രണ്ട് വ്യൂ ലെങ്ത് നമ്മൾ താഴെ കിട്ടിയ ഫ്രണ്ട് വ്യൂ ലെങ്തിനെ പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാ. അതിനെ എ ഡാഷ് B2 ഡാഷിനെ അത്രയും ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്ത് എ ഡാഷ് സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഡ്രോ ആൻ ആർക്ക്, സീ ദിസ്, അതിനെ മുകളിലോട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കുക. സോ ആർക്ക്, ഡ്രോ ദി ആർക്ക് ലൈക്ക് ദിസ്, സോ ഇറ്റ് വിൽ ബി മേ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ അതിങ്ങനെ പോകാം എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ സംവാട്ട് അപ്പൊ ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങോട്ടാ ഡയറക്റ്റ് ചെയ്തത്? താഴേന്ന് മേളിലേക്കാ വന്നേ, ഓർക്കണം. ഇങ്ങനെ വന്നു, അങ്ങനെ കിട്ടിയ പോയിന്റ് അത് ലോക്കസ് ഓഫ് ബി ഡാഷിൽ കട്ട് ചെയ്തു. ലോക്കസ് ഓഫ് ബി ഡാഷിൽ ഒരു പോയിന്റിൽ കട്ട് ചെയ്തിരിക്കുക ഇപ്പൊ ഇത്. സി ദിസ് പോയിന്റ്, ആൻഡ് നാച്ചുറലി ദാറ്റ് ഈസ് യുവർ ഫൈനൽ പോയിന്റ് ബി ഡാഷ്. അതാണ് നമ്മളിപ്പോ ഇതൊരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ ഡാഷ് കിട്ടി, ബി ഡാഷും കൂടെ കിട്ടിയെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ വിൽ ബി കംപ്ലീറ്റ്. ആൻഡ് നൗ ഇറ്റ് ഈസ് കംപ്ലീറ്റ്. കണ്ടോ, കംപ്ലീറ്റ്. ഏതാത്? എ ഡാഷ് കിട്ടി, നൗ ബി ഡാഷ്. എ ഡാഷ് ഓൾറെഡി ആദ്യമേ തുടക്കത്തിൽ കിട്ടി, ഇപ്പൊ ബി ഡാഷ് കിട്ടി, അതും കൂടെ ചേർത്തുകൊണ്ട് ആൻഡ് വി വിൽ ഡ്രോ എ ലൈൻ. ഓക്കെ, അങ്ങനെ എ ഡാഷ് ബി ഡാഷ് നമുക്ക് കിട്ടി. ആൻഡ് ദാറ്റ് ലൈൻ നീഡ്സ് ടു ബി ഡാർക്ക്. അപ്പൊ അതാണ് അപ്പാരന്റ് ലെങ്ത് ലൈൻ, പക്ഷെ അതാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തെന്താ? ഇത് രണ്ട് വിധത്തിൽ ഇനി ബി ഇവിടെ കിട്ടാം. കാരണം എന്താ? കണ്ടോ, ടോപ്പ് വ്യൂ ലെങ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മൗസ് വെച്ച് ഈ കേഴ്സർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ടോപ്പ് വ്യൂ ലെങ്ത് ഇവിടെ കിട്ടിയത് റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന്, ഇവിടെ ഫ്രണ്ട് വ്യൂ റീജിയനിലെ തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. അതാണ് ഞാൻ ഇവിടെ AB1 എന്ന് എഴുതിയത്. ടോപ്പ് വ്യൂ ലെങ്ത് അതിവിടെ റെഡിയാണ്. ഇനി ബി എവിടെ വരേണ്ടത്? ലോക്കസ് ഓഫ് ബി, പൈ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ ടിപ്പിൽ നിന്ന് വരച്ചത്, അതിൽ തന്നെയാണ് ബി വരേണ്ടത്. ഇവിടെ AB1, എ മുതൽ B1 വരെ, അതാണ് ടോപ്പ് വ്യൂ ലെങ്ത്. നമുക്ക് ഓൾറെഡി അറിയാം മാത്തമാറ്റിക്കലി, ദാറ്റ് ഈസ് 71 mm. ആ ലെങ്ത് ഈ ഫ്രണ്ട് വ്യൂ ലെങ്ത് അല്ല കേട്ടോ, ടോപ്പ് വ്യൂ ലെങ്ത് ഇവിടെയാണ് കിട്ടിയത്. അതിനിങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നു. ഈ മൗസ് കഴ്സർ നോക്കുക. then AB1, and that AB1 now you rotate. A as center, AB1 കോമ്പസിൽ എടുത്തിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ഇറ്റ് ഡൗൺവേർഡ്സ്. സീ ദിസ്, ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു പോയിന്റ് കിട്ടും. ദാറ്റ് ഈസ് ദിസ് വൺ. ഒരു പോയിന്റ് ഇവിടെ കിട്ടും. ആൻഡ് ദിസ് പോയിന്റ് നാച്ചുറലി ദിസ് ഈസ്, കാരണം അത് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് റൊട്ടേറ്റ് ചെയ്തതാ. ഇവിടെ ബി വരേണ്ടത്, ബി എൻ പോയിന്റ് ബിയുടെ ടോപ്പ് വ്യൂ വരേണ്ടത് ഇതിലാണെന്ന് നമ്മൾ ഓൾറെഡി കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് എ ഈസ് ദിസ് വൺ, ആൻഡ് ഇപ്പൊ കിട്ടിയത് ബി ആണ്. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഗെറ്റിംഗ് ഇറ്റ്. ഇനി ഇതിന്റെ ഒരു ക്രോസ് വെരിഫിക്കേഷൻ ഉണ്ട്. സോ ദിസ് പോയിന്റ് ഈസ് നോ ഡൗട്ട് ദിസ് ഈസ് ബി. ഓക്കെ, അപ്പൊ ഇപ്പൊ കിട്ടിയത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂവിന് എത്രയത്? 71 mm. ഞാൻ അല്പം എക്സാജറേറ്റ് ചെയ്തൊക്കെ വരച്ചതാണ്. ആൻഡ് ഇൻ യുവർ കേസ് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ ലെങ്ത് കറക്റ്റ് ആയിട്ട് 71 mm അതൊക്കെ കിട്ടണം. ഓക്കെ, സോ യു ഹാവ് ടു റീറ്റെയിൻ ദി നെസസറി ആക്യുറസി. അപ്പോൾ ഇപ്പൊ കിട്ടിയത് സ്മോൾ എ ബി. സോ നമുക്ക് സ്മോൾ എ ബി റെഡി ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ. അപ്പം and that needs to be dark. Dark doesn't mean that thick, but ഞാനിപ്പോ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഫോർ ബെറ്റർ വിസിബിലിറ്റി. ഇനി എന്താ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബി ഡാഷ് കിട്ടിയ സ്ഥിതിക്ക് ബി ഡാഷിൽ നിന്ന് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ നേരെ താഴേക്ക് വരച്ചാലേ, ഇതുപോലെ ബി ഡാഷിൽ നിന്ന് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ നാച്ചുറലി, കാരണം ജസ്റ്റ് ലൈക്ക് എ ആൻഡ് എ ഡാഷ് ഒരേ വെർട്ടിക്കൽ ലൈനിലാണല്ലോ, അതുപോലെ ബി ആൻഡ് ബി ഡാഷ് ഓൾസോ ഷുഡ് ലൈ ഓൺ ദ സെയിം വെർട്ടിക്കൽ.
സെയിം വെർട്ടിക്കൽ പ്രൊജക്ടർ. അപ്പൊ ബി ഡാഷിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ നാച്ചുറലി അതിവിടെ ലോക്കസിൽ, ഈ ലോക്കസിൽ എവിടെയാ കറക്റ്റ് വരേണ്ടത്? ഇപ്പൊ നമ്മൾ ഈ വരച്ചു വെച്ച ബിയിൽ എത്തണം. ഇനി അഥവാ വന്നില്ല എന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് ദ ഇനാക്യുറസി. അങ്ങനെ വന്നാൽ എക്സാമിനേഴ്സ് ക്യാൻ ഐഡന്റിഫൈ ദർ ഇസ് എ മിസ്റ്റേക്ക്. ഇപ്പൊ എ ഡാഷ് ബി ഡാഷ് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ് ആൻഡ് ദിസ് ഈസ് എ ബി ആൻഡ് കംപ്ലീറ്റ് പ്രൊജക്ഷൻ ഈസ് കംപ്ലീറ്റ്. പക്ഷെ ലോജിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ബട്ട് അതർവൈസ് ഇറ്റ് ഈസ് സിമ്പിൾ, ഒന്നുമില്ല ഇതിൽ. ആൻഡ് ദ സെയിം ലോജിക് വി വിൽ കണ്ടിന്യൂ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. എല്ലാം അതിൽ ഡേറ്റ തരുന്നത് മാത്രം ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ തരുന്നേ ഉള്ളൂ. ടോപ്പ് വ്യൂ റീജിയനിലെ പോയിന്റ്സ് എല്ലാം വിത്തൗട്ട് ഡാഷും, ഫ്രണ്ട് വ്യൂ റീജിയനിലെ പോയിന്റ്സ് എല്ലാം വിത്ത് ഡാഷും ആയിരിക്കണം, ലോവർ കേസ് ലെറ്റേഴ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇവിടെ തീറ്റ പ്ലസ് 5 എത്രയാണ്? ഇൻക്ലിനേഷൻ തീറ്റ ഇസ് 45 ഡിഗ്രി, ഇൻക്ലിനേഷൻ 5 ഇസ് 30 ഡിഗ്രി. ഇത് തീറ്റ പ്ലസ് 5ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാം, തീറ്റ പ്ലസ് 5 ആക്ച്വൽ ഇൻക്ലിനേഷൻസ് ആണ്, നോട്ട് അപ്പാരന്റ്. ഈ അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ എ ഡാഷ് ബി ഡാഷ് ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിൽ എ ഡാഷ് ബി ഡാഷിനും എ ബിക്കും ഉള്ള ഇൻക്ലിനേഷൻ റെസ്പെക്റ്റീവ്ലി ഞാൻ ആൽഫ എന്നും ബീറ്റ എന്ന് മാർക്ക് ചെയ്തിരുന്നു. എ ഡാഷ് ബി ഡാഷിന്റെ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ, സ്മോൾ എ ബി ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ, നോട്ട് ആക്ച്വൽ ആംഗിൾ, അപ്പാരന്റ് ആംഗിൾ. അത് ആൽഫ ബീറ്റ. അതിന് ലിമിറ്റ് നമ്മൾ പറയുന്ന 180 ഡിഗ്രി വരെയൊക്കെ പോകാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം. പക്ഷേ ആംഗിൾ തീറ്റ പ്ലസ് 5 ഇപ്പം ഈ 45 എന്നും 30 ഡിഗ്രിയും തന്നല്ലോ ആക്ച്വൽ ഇൻക്ലിനേഷൻ. ഒരു ലൈൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്ലിനേഷൻ തീറ്റ ആൻഡ് ഇൻക്ലിനേഷൻ 5 ആക്ച്വൽ ഇൻക്ലിനേഷൻസിന്റെ സമ്മ മാക്സിമം ഷുഡ് ബി 90 ഡിഗ്രി. എന്ന് വെച്ചാൽ ഇവിടെ 45 പ്ലസ് 30 എത്രയായി? 75. ഇപ്പൊ ഒന്ന് 45 എന്നും മറ്റേത് 50 എന്ന് പറയുന്നെന്ന് വിചാരിക്കുക. 5 is 50. See, we will not be able to construct that line completely. കാരണം എന്താണെന്നറിയോ? such a line will not exist. കാരണം എന്താ? തീറ്റ 45, 5 എന്നുള്ളത് 50 ഡിഗ്രി ആണെങ്കിൽ ടോട്ടൽ തീറ്റ പ്ലസ് 5 45 പ്ലസ് 50 95 കിട്ടും. 95 പറ്റില്ല, 90 വരെ പോസിബിൾ ആയിട്ടുള്ളൂ. സോ തീറ്റ പ്ലസ് 5 there is a limit. So that you should understand. നമ്മളെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഏതെങ്കിലും ആക്ച്വൽ ഇൻക്ലിനേഷൻസിന്റെ സം മോർ ദാൻ 90 ഡിഗ്രി വരികയാണെങ്കിൽ, നോട്ട് അപ്പാരന്റ് ഇൻക്ലിനേഷൻ, ഐ റിപ്പീറ്റ്, അപ്പാരന്റ് ഇൻക്ലിനേഷൻ അല്ല, ആക്ച്വൽ ഇൻക്ലിനേഷൻസ് അത് ഗ്രേറ്റർ ദാൻ 90, സം ഓഫ് ദം ഗ്രേറ്റർ ദാൻ 90 ആവാൻ പറ്റില്ല. മാക്സിമം ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 90. സോ തീറ്റ പ്ലസ് 5 അറ്റ് ദ മോസ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു 90. ഓക്കെ, അതൊരു ലിമിറ്റിംഗ് കണ്ടീഷൻ ആണ് ഫോർ എ ലൈൻ ടു എക്സിസ്റ്റ്. അല്ലാത്ത ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ലൈനേ ഉണ്ടാവില്ല എന്ന് പറയേണ്ടി വരും. തീറ്റ പ്ലസ് 5 ഇഫ് ഇറ്റ് എക്സീഡ്സ്, ഇഫ് ദ സം എക്സീഡ്സ് 90 ഡിഗ്രി. ഓക്കെ ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഫസ്റ്റ് ആൻഡ് അസ്യൂം ദാറ്റ് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ പോയിന്റിനെ കുറിച്ചാ. എൻ പോയിന്റ് എയും ബിക്ക് പകരം ഇവിടെ ഇപ്പോ പിയും ക്യൂവും ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ എൻ പോയിന്റിന്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ 10 mm above HP and 20 mm in front of VP. ഓക്കെ, അപ്പൊ ചെയ്യാൻ പറ്റും. ട്രൂ ലെങ്ത്, ദെൻ പി ആൻഡ് പി ഡാഷ് യു ക്യാൻ ലൊക്കേറ്റ് ഇനിഷ്യലി, ദെൻ തീറ്റ വരുന്ന റീജിയൻ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് തന്നെ എടുത്തേക്ക്. അപ്പൊ ഇങ്ങനെയൊന്നും തന്നിട്ടില്ല, ഐ മീൻ പ്രത്യേകിച്ച് അടുത്ത എൻ പോയിന്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അസ്യൂം ദാറ്റ് എൻ ക്യൂ ലൈസ് എവിടെയാണെന്ന്? ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. കാരണം ഓൾറെഡി ബൈ ദ ഗിവൺ ഇൻഫർമേഷൻ എൻ പോയിന്റ് പി പേര് മാറ്റിയിട്ടുണ്ട്, എക്കും ബിക്കും പകരം പിയും ക്യൂ ആണ്. ക്യൂ ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫൈനലി നമുക്ക് വേണ്ടത് എന്താ? സ്മോൾ പി ക്യൂ ആൻഡ് പി ഡാഷ് ക്യൂ ഡാഷ്. അപ്പൊ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ ഈ സഫിക്സ് കൊടുത്തതൊക്കെ ഇതേപോലെ ഒരു ലോജിക്ക് തന്നെ അങ്ങ് ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ പേര് മാറ്റിയെന്നേ ഉള്ളൂ. ഇനി ദ തേർഡ് ക്വസ്റ്റ്യൻ, വൺ മോർ, കാരണം അല്ലെങ്കിൽ അത് ഫ്രൂട്ട്ഫുൾ ആകില്ല, എന്നാലേ പ്രാക്ടീസ് പ്രോപ്പർ ആവുള്ളൂ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ലൈൻ ഈസ് ഇൻക്ലൈൻഡ് at 60 degrees to HP and 30 degrees with VP. കണ്ടോ, തീറ്റയും ഫൈയും തന്നെയാ. ദിസ് ഈസ് ആക്ച്വൽ ഇൻക്ലിനേഷൻ, നോട്ട് അപ്പാരന്റ്. ആൽഫ ബീറ്റ അല്ല, തീറ്റ ആൻഡ് ഫൈ. സോ 60 30 ആണ്, സം എടുത്താൽ 90 ആകുന്നുള്ളൂ. സോ ദ ലൈൻ ക്യാൻ എക്സിസ്റ്റ്, നോ പ്രോബ്ലം. അത് കൂടിയാലേ ഉള്ളൂ പ്രശ്നം. തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഫോർ ദ ലൈൻ ടു എക്സിസ്റ്റ്. Okay, so 60 degree to HP and 30 degrees with VP. Then end point A is 20 mm below HP. Quadrant മാറ്റുന്നു, 20 mm below HP and 15 mm
behind VP. See this? ഇപ്പൊ quadrant മാറി. Okay, 20 mm below HP and 15 mm behind VP. Endpoint A ഫസ്റ്റ് ക്വാഡ്രന്റിൽ അല്ല. അപ്പോൾ അടുത്ത endpoint B യെ കുറിച്ച് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? We assume that the endpoint B is also in the third quadrant. കാരണം ഇത് തേർഡ് ക്വാഡ്രന്റ് ആ. സോ അതുകൊണ്ട് മറ്റേ പോയിന്റ് കംപ്ലീറ്റ്ലി അലൈൻ അതിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ അത് അസംഷൻ ആയിട്ട് ഞാൻ അങ്ങ് എഴുതിയേക്കാം. അസ്യൂം ദാറ്റ് തന്നില്ലെങ്കിലും അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. കാരണം എൻറ്റയർ ലൈൻ ഒരു ക്വാഡ്രന്റിലാകുന്നതാണ് നമുക്ക് സേഫ്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ. അസ്യൂം ദാറ്റ് endpoint B is in third quadrant. So by the given information, endpoint A is already in the third quadrant, and you have to assume that endpoint B is also in the third quadrant. Okay, അപ്പൊ നമ്മളെ ജോലി എളുപ്പമായി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ടോപ്പ് വ്യൂ റീജിയനും ഫ്രണ്ട് വ്യൂ റീജിയനും മാറി ഇപ്പോൾ. സോ ദ ടോപ്പ് വ്യൂ റീജിയൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് എവിടെ, when you draw XY line, ഇതോടെ പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാണ്, XY, your top view will be above XY. ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ടോപ്പ് വ്യൂ അത് ഈ റീജിയനിൽ വരും. ഏതാണ്? സ്മോൾ എ ബി. ആൻഡ് യുവർ ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ. നമ്മൾ അൺലൈക്ക് ഓർ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. സോ ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ്. ഇപ്പൊ എ ഡാഷ് ബി ഡാഷ് ബിലോ XY വരും. ഇത് ആൻഡ് എ ബി ടോപ്പ് വ്യൂ വിൽ ബി എബോ XY. ആ വിധത്തിലായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം ഫ്രണ്ട് വ്യൂ റീജിയൻ മാറി. അപ്പൊ തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ എവിടെയാ വരയ്ക്കേണ്ടത്? ഇവിടെയാ വരയ്ക്കേണ്ടത്. ഫൈ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത് ഇവിടെയും.